കുഴപ്പമില്ല. ഓക്കെ സർ. സോ നമ്മൾ ആദ്യം ഓർഗനോണിന് മുമ്പേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ലൈഫ് ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോമിയോപ്പതിയിലെ ഓർഗനോണിന്റെ പ്രീകേഴ്സേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മെയിൻലി 2 ബുക്കാണ് നമ്മുടെ ഓർഗനോൺ ഓഫ് മെഡിസിനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അത് എസ്സേ ഓൺ ന്യൂ പ്രിൻസിപ്പിൾ ഫോർ അസർട്ടിംഗ് ദി ക്യൂറേറ്റീവ് പവർ ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ 1796 ബുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 9 years കഴിഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഈ മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസ് എന്നാണ്. ഈ മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസിന്റെ ജർമ്മനിലുള്ള നെയിമാണ് ഈ ഹെൽക്കുണ്ടെ ഡെർ എർഫാഹർം എന്ന് പറയുന്ന പേര്. സോ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് എഡീഷനിൽ നോക്കുമ്പോൾ ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1810, പ്ലേസ് ഓഫ് പബ്ലിഷ് ആ സ്ഥലം ടോർഗിൽ വെച്ചിട്ടാണ് അത് പബ്ലിഷ് ആകുന്നത്. അത് പബ്ലിഷ് ചെയ്തത് അർണോൾഡ് എന്ന് പറഞ്ഞു ഡ്രെസ്ഡനിലുള്ള ഒരു വ്യക്തിയാണ് ചെയ്യുന്നത്. സോ അന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉള്ള ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ ഓഫ് ഓർഗനോണിന്റെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഓർഗനോൺ ഡെർ റാഷണലൻ ഹെൽക്കുണ്ടെ എന്നായിരുന്നു. അപ്പോൾ ഈ ഹെൽക്കുണ്ടെ എന്ന് പറയുന്നത് ഒരു റാഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഒരു റാഷണൽ സയൻസ് എന്നുള്ളതാണ് ആ ഒരു പേര് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫ്രെയിമിംഗ് വന്നിട്ട് ഇങ്ങനെ വരും: ഓർഗനോൺ ഓഫ് ദ റാഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ഓർ റാഷണൽ ആർട്ട് ഓഫ് ഹീലിംഗ്. 2 രീതിയിലും എടുക്കാം. മോട്ടോ എന്ന് പറയുന്നത് ഗെല്ലേർട്സിന്റെ പോയമാണ്. ഗെല്ലേർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഹാൻമാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഹാൻമാന്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഗെല്ലേർട്ട് എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു 4 വരി കവിത മോട്ടോ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഡോക്ടറെ സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ലേ? ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ നിൽക്കുക. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ സർ. The truth we mortals need, as blessed to make and keep, the always lightly covered over, but did not bury deep. അപ്പോൾ ഈ ഒരു ഗെല്ലേർട്ടിന്റെ പോയമാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേറെ ജസ്റ്റ് ഒന്നുമല്ല. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ ബീങ്സിന് ആവശ്യമുള്ള ഡിസീസസ് മാറ്റാനുള്ള കാര്യങ്ങൾ തന്ന് ഗോഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് ബറിയിട്ടല്ല, ജസ്റ്റ് നമ്മൾ നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. അത് ഹാനിമാൻ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. കാരണം അദ്ദേഹം അങ്ങനെയാണ് ഈ ട്രൂത്തിനെ കണ്ടെത്തിയത്. ഫസ്റ്റ് എഡീഷൻ ഓഫ് ഓർഗനോണിൽ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് തന്നെ ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ ഒരു ഹാൻമാന്റെ ഫസ്റ്റ് എഡീഷന്റെ ഇതാണ് തന്നിരിക്കുന്നത്. ഗെല്ലേർട്ടിന്റെ ഒരു 4 ലൈൻ പോയമാണ്, ജർമ്മൻ ലാംഗ്വേജിലുള്ളത്. അതിലുള്ളത് താഴെ അർണോൾഡ് പ്രസിഡന്റ് വെച്ചിട്ട് 1810 പബ്ലിഷ് ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഇതായിരുന്നു ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് എഡീഷൻ ഓഫ് ഓർഗനോണിന്റെ ഫസ്റ്റ് പാർട്ട്. സോ സ്ലൈഡ് മൂവ് ആവുന്നുണ്ടോ? ഇല്ല, ഇതുവരെ മൂവ് ആയില്ല. ഹെഡിങ്ങിലാണ് കിടക്കുന്നതോ? അതെ, ഫസ്റ്റ് എഡിഷൻസ് പ്രിഫേസസ് അഫോറിസം ഫസ്റ്റ് സ്ലൈഡ് നിൽക്കുക. ഓക്കേ, ഒരു സെക്കൻഡ് സർ. ഓക്കേ, ഇപ്പൊ മൂവ് ചെയ്തു. ഇപ്പൊ ഓക്കേ ആണോ സർ? ഇപ്പൊ ഓക്കേ ആണ്. ആ ഫസ്റ്റ് എഡിഷന്റെ വന്നോ? പർട്ടിക്കുലേഴ്സ് വന്നു. ഇയർ ഓഫ് പബ്ലിക്കേഷൻ. ഇപ്പൊ കിട്ടുന്നുണ്ട് സർ. നെക്സ്റ്റ് സ്ലൈഡ്. ഫസ്റ്റ് സ്ലൈഡ് വന്നു. ഇയർ ഓഫ് ഫസ്റ്റ് എഡിഷന്റെ ഡീറ്റെയിലിംഗ് ഉള്ള സ്ലൈഡ് വന്നു. ഓക്കെ സർ. ഫസ്റ്റ് ഓർഗനോൺ ഓഫ് എഡിഷന്റെ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു പേപ്പറിന്റെ കട്ടിങ് പോലത്തെ അത് വന്നിട്ടുണ്ടോ സർ? ഇല്ല, വന്നിട്ടില്ല. ഇല്ല, ഇതിപ്പോ ഫസ്റ്റ് എഡിഷൻ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ടൊറാഗോ ആർണോൾഡ് ഡ്രെസ്ഡൻ ആ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഇപ്പോഴായിട്ട് വന്നിട്ടുണ്ടോ സർ? ഇല്ല, അത് തന്നെ കിടക്കണം. അയ്യോ, ഇപ്പൊ വരുന്നുണ്ടോ സർ? അത് വന്നു. നെക്സ്റ്റ് സ്ലൈഡ് സെക്കൻഡ് എഡിഷൻ കാണാവോ നിങ്ങൾക്ക്? ഇപ്പോ ഞാനിപ്പോ ചേഞ്ച് ചെയ്തപ്പോ ഇപ്പൊ 3 സ്ലൈഡ്, സെക്കൻഡ് തേർഡ് ഫോർത്ത് സ്ലൈഡ് ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. സോ ഇതിനകത്ത് സർ നമ്മുടെ മേളില്, സ്ക്രീനിന്റെ മേളില് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ വന്ന് കിടക്കത്തില്ലേ, മ്യൂട്ട് വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അത് നമുക്ക് ലെസൺ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ സർ? മാം സ്ലൈഡ് ഷോ ഇടാമോ? സ്ലൈഡ് ഷോ സ്ക്രീനിലാണ് കിടക്കുന്നത്. ലൈറ്റ് ഷെയറിലാണ് കിടക്കുന്നത്. പക്ഷെ ഞങ്ങക്ക് കാണുന്ന അങ്ങനെയല്ല. ആണോ?
ഓക്കെ, വെയിറ്റ് ചെയ്യണേ ഒരു സെക്കൻഡ്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ കംപ്ലീറ്റ് കാണാവോ? കാണാം, സ്ലൈഡ് ഷോയിലല്ല, ഫുള്ളായിട്ട് സ്ക്രീൻ ഫുള്ളായി കാണുന്നുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ഒരു സ്ലൈഡ് മാത്രം ഫുള്ളായിട്ടല്ല നിങ്ങൾക്ക് കാണുന്നത്. അതെ അതെ. സൈഡില് നമുക്ക് മറ്റേ സ്ലൈഡ്സിന്റെ ഇത് കാണിക്കുന്നുണ്ടല്ലോ, അതും കാണാം ഞങ്ങക്ക്. സ്ലൈഡ് ഷോ ആകുമ്പോ നമുക്ക് ആ എൻറ്റയർ സ്ക്രീൻ കാണാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആക്ച്വലി സ്ലൈഡ് ഷെയർ ആണ് ചെയ്യുന്നത്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഒരു ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എങ്ങനെയായാലും കുഴപ്പമില്ല ഡോക്ടർ, വായിക്കാൻ പറ്റുന്നുണ്ട്. പതിനഞ്ചാം തീയതി എക്സാം സ്റ്റാർട്ട്. ഇപ്പൊ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടോ? ആ, ഓക്കെ. എനിക്ക് തോന്നുന്നു ലാപ്പിന് ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന് തോന്നുന്നു സർ. എനിക്ക് മൂവ് ആകുന്നില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എനിക്ക് തരാവോ? ഡോക്ടറുടെ പ്രസന്റേഷന്റെ നമ്പർ അടക്കം കാണുന്നു എന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ഡോക്ടർ ആ ഓരോ നമ്പറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ല സർ, എനിക്ക് മൂവ് ആകുന്നില്ല. എനിക്ക് എന്റെ സ്ലൈഡ്സ് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ. അത് ഓരോ നമ്പറിൽ ഡോക്ടറുടെ 4ാമത്തെ സ്ലൈഡാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് പക്ഷേ അഞ്ചിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തേ. ലെഫ്റ്റ് സൈഡിൽ 5 അത് ഈ ഫുൾ സ്ക്രീൻ ഇടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഫുൾ സ്ക്രീൻ ഇടണ്ട. ഫുൾ സ്ക്രീൻ ഇടാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സൂമിൽ പലപ്പോഴും ഫുൾ സ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ മൂവ് ചെയ്ത് വരത്തില്ല. അത് ഈ സൂമിന്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് അത് 1 2 3 എന്റെ സ്ലൈഡ് കാണാം സാർ. പക്ഷെ എനിക്ക് അത് കംപ്ലീറ്റ് വരുന്നു. അതാണ് പ്രോബ്ലം. എനിക്ക് അതനുസരിച്ച് നിങ്ങൾ പറയുന്ന അനുസരിച്ച് മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല, ഇന്നിപ്പോ കാര്യമായ മാറ്റമൊന്നും ഇല്ലാന്ന് വെക്കുക. സെക്കൻഡ് എഡിഷനിലാണോ സാർ ഇപ്പൊ നിൽക്കുന്നേ? അല്ല, എനിക്ക് അല്ല, ഇപ്പൊ പറഞ്ഞ ഫസ്റ്റ് പേജിന്റെ അഫോറിസംസ് 271 എന്ന് പറഞ്ഞുള്ള ഒരു പേജിന്റെ ഫ്രണ്ട് പടമൊക്കെ ഉള്ള ആ. ഓക്കെ, അതെ, ബുക്കിന്റെ ഫ്രണ്ട് പേജുണ്ടല്ലോ. ഓക്കെ, ഞാനത് പറഞ്ഞു പോകാം. നെക്സ്റ്റ് സ്ലൈഡ് മാറിയില്ലെങ്കിൽ സെക്കൻഡ് എഡിഷൻ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് എന്നോട് പറയണേ. ആയിരുന്നല്ലോ, അതേ രീതിയിലാക്കിയാൽ മതി. ഓക്കെ സർ, നോക്കാം. സോ ഇപ്പോൾ വന്നിട്ട് ഫസ്റ്റ് എഡിഷന്റെ അഫോർസംസ് ആണ്. ടോട്ടൽ നമ്പർ വന്നിട്ട് 271 ആണ്. ഫുട് നോട്ട്സ് വന്നിട്ട് 76 ആണ്. അപ്പൊ ഈ ഫുട് നോട്ട്സിന് അന്ന് നമ്പറിംഗ് അല്ലായിരുന്നു, ഡിനോട്ട് ചെയ്തിരുന്നത് ANM എന്നുള്ള പേരിലായിരുന്നു. ആൻമർക്ക്, വിച്ച് മീൻസ് നോട്ട് ഫുട് മാർക്ക് ഓർ ഫുട് നോട്ട് ഓർ റിമാർക്ക് എന്നാണ്. അത് എൻഡ് ഓഫ് ദ അഫോർസത്തിലാണ് വന്നിരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് ഡോക്ടർ CE വീലർ ആണ്. പക്ഷേ ഓർഗൻ ഓഫ് മെഡിസിനിൽ 6 എഡിഷൻസ് ഉണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലോട്ട് പോകുന്നത് അതിന്റെ 4th എഡിഷൻ ആണ്. അത് ചാൾസ് H. ഡെവറിയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് എവർ ട്രാൻസ്ലേറ്റഡ് ഓർഗനോൺ എഡിഷൻ ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 4th എഡിഷൻ ആണ് എഴുതേണ്ടത്. ഇത് അതിന് ശേഷമാണ് ഈ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒരു ഫസ്റ്റ് എഡിഷന് വരുന്നത്. സോ ഇതല്ല ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഫസ്റ്റ് എഡിഷന്റെ ആദ്യത്തെ ട്രാൻസ്ലേഷൻ ഈ CE വീലർ എന്ന് പറഞ്ഞ അദ്ദേഹം 1913 ചെയ്തു. എവറിമാൻസ് ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പബ്ലിഷ് ചെയ്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലണ്ടൻ ആയിരുന്നു. മഹേന്ദ്ര സിംഗ് 2003 ഒരു എഡിഷൻ ഇതിനെ തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സെക്കൻഡ് എഡിഷൻ സ്ലൈഡ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല.
ഇപ്പൊ മാറി സെക്കൻഡ് എഡിഷൻ. ഓക്കെ സാർ, അപ്പൊ ഇങ്ങനെ തന്നെ പോകാം, ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അതാണ് നല്ലത്. ഓക്കെ. അപ്പോ സെക്കൻഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1819 ആണ്. ഫസ്റ്റ് 1810 ആദ്യത്തെ സ്ഥലം പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ ടോർഗ് ആയിരുന്നു. ഇതിൽ സെക്കൻഡ് എഡിഷനിൽ ലീപ്സിക് ആണ് പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ. പബ്ലിഷർ സെയിം തന്നെയാണ്. എഡീഷൻ പെക്യുലാരിറ്റി ഉണ്ട്. നമ്മൾ സെക്കൻഡ് എടുത്തുമ്പോഴത്തേക്ക് ഇതൊരു ഓഗ്മെന്റഡ് എഡീഷൻ ആണ്. ഓഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു എൻലാർജ്ഡ് എഡീഷൻ എന്നാണ് അതിന്റെ അർത്ഥം. കുറച്ചും കൂടെ വലുതാക്കപ്പെട്ടു. ടൈറ്റിൽ ഒരു ചേഞ്ച് ഉണ്ട്. നേരത്തെ ഓർഗനൻ ഡേ റാഷണൽ ആൻഡ് ഹെലിക്കുണ്ടേ എന്നായിരുന്നു. ആ റാഷണൽ എന്നുള്ള വേർഡും ഹെലിക്കുണ്ടേ എന്നുള്ള വേർഡും മാറ്റി ഹെലിക്യുനിസ്റ്റ് എന്നുള്ളതായി. അപ്പം അതനുസരിച്ച് തന്നെ ഇംഗ്ലീഷ് ടൈറ്റിലിൽ മാറ്റം വരും. ഓർഗനൺ ഓഫ് ദ ആർട്ട് ഓഫ് ഹീലിംഗ് എന്നാണ് വരുന്നത്. നമ്മൾ പുറത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വേറെ പല ടൈറ്റിൽസും കൂടെ ഇതിന്റെ കൂടെ ആഡപ്പ് ആയിട്ട് കിട്ടും. ലൈക്ക് ഓർഗനൺ ഓഫ് ഹീലിംഗ് ആർട്ട്, ഓർഗനൺ ഓഫ് ആർട്ട് ഓഫ് ഹീലിംഗ്, ഇത് കാണത്തില്ല. പക്ഷെ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ആസ് സച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള ടൈറ്റിലാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ മോട്ടോ നേരത്തെയുള്ള ഗെല്ലേർട്സ് പോയത്തിന്റെ മാറി സെക്കൻഡ് എഡിഷൻ വരുമ്പോൾ ഓഡേ സാപ്രേ വരും. ഹൊറേസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഓഡേ സാപ്രേ എന്നുള്ള വേർഡ് കോയിൻ ചെയ്യുന്നത്. ഡെയർ ടു ബി വൈസ് എന്നാണ് എന്റെ അർത്ഥം. സോ ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി അന്ന് ഞാൻ ലൈഫ് ഹിസ്റ്ററി എടുക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി ഇങ്ങനെ ഒരു പുഴ കടന്ന് കിടക്കാനായിട്ട് ഇപ്പുറത്തെ സൈഡിലിരിക്കും, വെള്ളം വറ്റിയിട്ട് കിടക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി ആയിട്ട് വെക്കുന്നതാണ്. ഒരിക്കലും വെള്ളം വറ്റാനും പോകുന്നില്ല, ഇദ്ദേഹം കിടക്കാനും പോകുന്നില്ല. ഇപ്പൊ ഡെയർ ടു ബി വൈസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഓഡേ സാപ്രി എന്നുള്ള വേർഡ് അദ്ദേഹം ആ സ്റ്റോറിയുടെ മോറൽ ആയിട്ട് വെക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ നമ്മുടെ മോട്ടോ ആയിട്ട് വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് എഡിഷൻ വരുന്ന ടൈമിൽ ഹാനുമാൻ വെക്കുന്നതെന്ന് വെച്ചാൽ, ഹാനുമാന്റെ ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ക്രിറ്റിസിസംസ് ആണ്. AF ഹെക്കറിന്റെ അറ്റാക്ക്, ആന്റി ഓർഗനോൺ ഹീൻറോത്ത് എഴുതുന്നുണ്ട് 1810 തന്നെ. യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്, ഹാനുമാന്റെ കൺസെപ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒത്തിരി ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസംസും അതിന്റെ ഫോളോവേഴ്സിന് ഒത്തിരി ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹാനുമാൻ കണ്ട ട്രൂത്ത് കറക്റ്റ് ആണ്, ഹാനുമാന്റെ ഇൻഡക്റ്റീവ് നോളജ് കറക്റ്റ് ആണ്, ഹാനുമാൻ അതിൽ ക്യൂർ ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ട്രൂത്തിൽ ഉറച്ചു നിൽക്കുകയും ഇങ്ങനെ ഒരു മോട്ടോ ഇനി മുതലുള്ള എഡിഷൻസിൽ വരട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഈ ഓഡേ സാപ്രേ വേർഡ് കോയിൻ ചെയ്യുന്നത്. സോ അഫോറിസംസ് ഫസ്റ്റിലുള്ളത് നമുക്ക് 271 അഫോറിസം ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് 315 ആണ്. ആക്ച്വലി പിന്നെയുള്ള അഫോറിസത്തിന്റെ നമ്പറിങ്സിലൊക്കെ ഹാനുമാൻ ഇച്ചിരി തെറ്റ് വന്നിട്ടുണ്ട്. കാരണം 215 അഫോറിസം കഴിഞ്ഞാൽ നേരത്തെ നെക്സ്റ്റ് കാണുന്നത് നമുക്ക് 219 ആണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്സ് ആയിട്ടാണ് വരുന്നത്. ഈ റൈറ്റിംഗിലും പബ്ലിഷിംഗിലും ഒക്കെ ഉള്ള മിസ്റ്റേക്സ്. ഫുട് നോട്ട് ഫസ്റ്റിൽ 76 ആണ്, പക്ഷെ ഇവിടെ 130 വരുന്നുണ്ട്. സെക്കൻഡ് എഡിഷന്റെ നോവൽറ്റീസ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഓഫ് ദ ബുക്കിൽ റാഷണൽ ആൻഡ് ഹെലിക്കുണ്ടേ എന്ന് പറഞ്ഞ 2 വേർഡ് മാറ്റിയിട്ട് ഓർഗനൻ ഡേ ഹെലിക്കുനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഗെല്ലറിന്റെ പോയം മാറ്റി ഓഡേ സാപ്രേ വരുന്നുണ്ട്. പിന്നെ പുതിയൊരു കാര്യം ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ആകുന്നുണ്ട്. ഫസ്റ്റ് എഡിഷനിൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ്ങേ ഇല്ലായിരുന്നു. ഇൻഹോൾട്ട് എന്ന് വെച്ചാൽ കണ്ടൻസ് എന്നാണ് അർത്ഥം. അത് ഈ സെക്കൻഡ് എഡിഷനിലാണ് ഇൻട്രൊഡ്യൂസ്ഡ് ആകുന്നത്. അഫോറിസത്തിന്റെ സമ്മറി ഒക്കെ ജസ്റ്റ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുന്നുണ്ട്. പബ്ലിഷറിന്റെ ബുക്സിന്റെ ഒരു 3 പേജസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നുണ്ട് ആ ബുക്കിൽ. ഫുട് നോട്ട്സ് നമ്മൾ നേരത്തെ ANM ആൻമർക്കിംഗ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തത് മാറി ഇപ്പോൾ ആസ്ട്രിക്സ് അല്ലെങ്കിൽ ക്രോസസ് എന്നുള്ള രീതിയിലായിരുന്നു ഫുട് നോട്ട്സ് വന്നിരുന്നത്. പിന്നെ ഈ ഒരു സെക്കൻഡ് എഡിഷനകത്ത് ഹാനുമാന്റെ ഒരു പിക്ചർ ഉണ്ട്, ഒരു പോർട്രേറ്റ് ഉണ്ട്. അദ്ദേഹം ഒരു പെൻ ഇൻ ഹാൻഡ് വെച്ചിട്ട് നിൽക്കുന്നത്. ഞാൻ അതാണ് ടോപ്പ് മോസ്റ്റ് കോർണറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതിൽ ആ ഫോട്ടോയാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ പോർട്രേറ്റ് പറയുന്നത്. അത് പെയിന്റ് ചെയ്തത് സ്റ്റോൾസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ജംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. സോ ആ ഒരു ഹാനുമാന്റെ പോർട്രേറ്റ് ഈ സെക്കൻഡ് എഡിഷന്റെ വരുന്നുണ്ട്. ഇവിടെ ഹെലിക്കുണ്ടേ എന്നുള്ള മീനിങ് ഞാൻ നേരത്തെ പറഞ്ഞു മെഡിക്കൽ സയൻസ് ആയിരുന്നു, അത് മാറി ഹെലിക്കുനസ്റ്റ് എന്നാണ് ഇനി അങ്ങോട്ടുള്ള ഓർഗനോന്റെ എല്ലാ ബുക്സിലും വരുന്നത്. ഇനി നമ്പർ ഓഫ് അഫോറിസങ്ങളിൽ 216, 17, 18 ഒക്കെ കംപ്ലീറ്റ്ലി ഒമിറ്റഡ് ആയിപ്പോയി. ഹാനുമാൻ 215 കഴിഞ്ഞ് നേരെ 219 പോയത്. ഇതൊക്കെ ഇതിന്റെ കുറച്ച് ചേഞ്ചസ് ആണ് ഉള്ളത് കേട്ടോ. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നെന്ന് വിശ്വസിക്കുന്നു. സ്പീഡ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. സോ നെക്സ്റ്റ് ഇനി തേർഡ് എഡിഷനിലോട്ട് വരെയാണ്. തേർഡ് എഡിഷൻ എന്ന് പറയുമ്പം 1824 കോത്തൻ എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ മെക്ക എന്ന് പറയുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഈ 3rd, 4th, 5th എഡിഷൻസ് കോത്തനിലിരിക്കുമ്പോഴാണ് ഹാനുമാൻ പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മെക്ക ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് കോത്തനെ നമ്മൾ പറയുന്നത്. സോ ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1824. നമ്മൾ പബ്ലിഷർ സെയിം ആള് തന്നെയാണ്, അർണോൾഡ്, ഡ്രസ്ഡനിലുള്ള അർണോൾഡ് തന്നെയാണ്. ആൻഡ് എഡിഷൻ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ഓഗ്മെന്റഡ്, സെക്കൻഡ് എഡിഷൻ എന്ന് പറയുന്നത് ഒരു ഓഗ്മെന്റഡ് എഡിഷൻ ആയിരുന്നു.
പിന്നെ അടുത്ത് വന്നപ്പോൾ അതൊരു ഇംപ്രൂവ്ഡ് എഡിഷൻ ആയി. ഇതൊക്കെ എവിടെയാ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ റിച്ചാർഡ് ഹ്യൂഗ്സിന്റെ ബുക്കിനകത്ത് ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഓർഗനോണിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കുറച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. ഒറിജിൻ ഓഫ് ദ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഓർഗനോൺ ഡി ഹെലിക്കോണിസ്റ്റ്, സെക്കൻഡിനുള്ള അതേ ടൈറ്റിൽ തന്നെയാണ്. ഇംഗ്ലീഷ് ടൈറ്റിലും സെയിം തന്നെയാണ്, മോട്ടോയും സെയിം തന്നെയാണ്. അഫോർസംസ് നമ്പറിംഗിന് മാത്രം കുറച്ച് ഡിഫറൻസ് വരും. 319 അഫോർസംസ് ആണ്. ചിലയിടത്ത് കൺഫ്യൂഷൻസ് ഉണ്ട്. പലരും 320 എന്നൊക്കെ പറയും. അത് ആക്ച്വലി ഈ തേർഡ് എഡീഷന്റെ ലാസ്റ്റ് എൻഡിങ് അഫോർസത്തിന്റെ നമ്പർ 320 ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് ആക്സിഡന്റലി മിസ്റ്റേക്ക് പറ്റിയതാണ്. അതിനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഫുഡ് നോട്ട്സ് വന്നിട്ട് 146 ആണ്. ഈ 319 ആൻഡ് 320 എന്ന് പറഞ്ഞ അഫോർസംസ് വെച്ചിരിക്കുന്നത് ഡീൽ ചെയ്യുന്നത് മെസ്മറിസം ആണ്. 108 എന്ന് പറയുന്ന സെക്കൻഡ് എഡീഷന്റെ അഫോർസത്തിന് രണ്ട് പാർട്ടായിട്ട് 108 എ ബി എന്നായി. 167 എന്ന് പറയുന്നത് എയും ബിയുമായി. കഴിഞ്ഞ സെക്കൻഡ് എഡീഷനിൽ 315 അഫോർസംസ് ഉണ്ടായിരുന്നു. ആ 315 അഫോർസത്തിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് അഫോർസം നമ്പർ മാറിയിട്ട് 319 എന്നുള്ള ലെവലിലോട്ട് വരുന്നത്. ആൻഡ് അഫോർസംസ് 229 പേജസ് ഉണ്ടായിരുന്നു മൊത്തം. ആൻഡ് ടോട്ടൽ ഓഫ് 319 അഫോർസംസ് ഉണ്ട്. ആൻഡ് നമ്പറിംഗ് ടു ദ ലാസ്റ്റ് അഫോർസം വാസ് ആക്ച്വലി ഗിവൺ ആസ് 320. സോ ഒരു ഫസ്റ്റ് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഈ തേർഡ് എഡീഷനിലാണ്. EJ ബ്രണോ ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് ഹാനുമാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. 1832 ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത് 1832. AJL ജോർദനും ഒരു ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹാനുമാൻ പ്രിഫേസിൽ തേർഡ് എഡിഷന്റെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പറയുന്ന ഒരു പേര് ഈ EJ ബ്രണോന്റെയാണ് പറയുന്നത്. So next is the fourth edition. Year of publication 1829. Place same Cotton. Publisher same ആണ്. എഡിഷൻ പെക്യുലാരിറ്റിയിൽ ആ ഓഗ്മെന്റഡും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എഡിഷൻസ് ചേർന്നിട്ടുള്ളതാണ് ഫോർത്ത് എഡിഷൻ എന്ന് പറയുന്നത്. സോറി, ഈ ടൈറ്റിൽ അറിയാണ്ട് നാഷണൽ വന്നുപോയി. ഹെൽക്കുനിസ്റ്റ് എന്നാണ്. ഇംഗ്ലീഷ് ടൈറ്റിൽ ഓർഗനോൺ ഓഫ് ദ ആർട്ട് ഓഫ് ഹീലിംഗ്. മോട്ടെ സെയിം ആണ്. അഫോർസംസ് പറയുന്നത് 292 ആണ്. ഫുഡ് നോട്ട്സ് 135 ആണ്. ഫുഡ് നോട്ട്സ് സെപ്പറേറ്റ്ലി നമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡ് നോട്ട്സും അഫോർസംസ് നമ്പറും ഇയർ ഓഫ് പബ്ലിക്കേഷനും എഡിഷൻ പെക്യുലാരിറ്റീസ് ആണ് പിന്നെ അങ്ങോട്ട് ചേഞ്ചിങ് ആയിട്ട് വരുന്നത്. ദെൻ തിയറി ഓഫ് ക്രോണിക് മയസംസ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അഫോർസം 70 തൊട്ട് 75 വരെയാണ് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സോറിക് മയസം കോസ് ഓഫ് മെനി ഡിസീസ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫോർസം 5 ഫസ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത് ഈ ഒരു എഡീഷനിലാണ്. നമ്മുടെ ഫോർത്ത് എഡീഷനിലാണ് ഫസ്റ്റ് ആയിട്ട് അഫോർസം 5 വരുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഭാഗം തന്നെ ഈ ഓർഗനോണിനകത്ത് വരുന്നതും ഇതേ എഡീഷനിൽ തന്നെയാണ്. ആന്റിപ്പതി അല്ലെങ്കിൽ പാലിയേറ്റീവ് മെത്തേഡിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ എൻലാർജ്ഡ് ആയിട്ട് ഒരു 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ ഈ അലോപ്പതിക് സിസ്റ്റത്തിന്റെ ബേസിക് ഫോൾട്ടും അവരുടെ ക്രിറ്റിസിസും ഒക്കെ വരുന്നുണ്ട്. സെക്കൻഡിൽ ഒരു ഹോമിയോപ്പത്തിക് ക്യൂസ് അലോപ്പതിക് ഫിസിഷ്യൻസിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഹാനുമാൻ ഡെപിക്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫസ്റ്റ് എവർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫോർത്ത് എഡിഷൻ ആണ്. ചാൾസ് എച്ച് ഡെവറിൻഡ് ഓഫ് ലണ്ടൻ ആണ് 1833 ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. സോ ഫിഫ്ത് എഡിഷൻ ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1833 ആണ്. എഡിഷൻ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഹാനുമാന്റെ ടൈമിലുള്ള ലാസ്റ്റ് എഡിഷൻ ആയിരുന്നു ഇത്. ഒറിജിനൽ ടൈറ്റിലും ഇംഗ്ലീഷ് ടൈറ്റിലും മോട്ടോയും എല്ലാം സെയിം ആണ്. അഫോർസംസ് നമ്പർ മാത്രമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. 294 അഫോർസംസും 159 ഫുഡ് നോട്ട്സും ആണുള്ളത്. ഫുഡ് നോട്ട്സ് സെപ്പറേറ്റ്ലി നമ്പേർഡ് ആയിരുന്നു. സീരിയലി നമ്പർ ചെയ്തിട്ട് ഫുഡ് നോട്ട്സ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ പേജിനും നമ്പർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് തേർഡിൽ മെസ്മറിസം ആഡഡ് ആയി. ഫോർത്ത് എഡിഷനിൽ തിയറി ഓഫ് ക്രോണിക് ഡിസീസ് ഇൻവോൾവ് ആയി. ഫിഫ്ത്ത് എഡിഷൻ വരുമ്പോൾ തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സും ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷനും വരെയാണ്. റെപ്പറ്റീഷൻ ഓഫ് ഡോസസ് വരുന്നുണ്ട്. ഫാർമക്കോണോമിയം ബൈ ഓൾഫാക്ഷൻ വരുന്നുണ്ട്. ഐസോപ്പത്തി അഫോർസം 56 മെൻഷൻ ചെയ്യുന്നുണ്ട് ഫുഡ് നോട്ടിൽ. ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ക്രോണിക് ഡിസീസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് നോവൽറ്റീസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് ആദ്യം ചെയ്ത ആളുടെ ഡ്രെഡ്ജിനാണ്. ഫിഫ്ത്ത് എഡിഷന്റെ 1849
76 ആയപ്പോൾ വെസൽഹോഫ് ചെയ്യുന്നുണ്ട്. 1889 ഫിങ്കെ ചെയ്യുന്നുണ്ട്. 1939 ഹെറിൻസ് നോർത്ത് അമേരിക്കൻ അക്കാഡമി ഓഫ് ഹീലിംഗ് ആർട്ടും ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 5th എഡിഷനിൽ 4 പേര് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് 6th എഡിഷൻ ആണ്. 6th എഡിഷൻ എല്ലാവർക്കും അറിയാം, പോസ്റ്റ്യൂമസ് ആയിട്ടുള്ള ഒരു എഡിഷൻ ആണ്. ഹാനിമാന്റെ ആഫ്റ്റർ ഡെത്ത് വരുന്ന ഒരു എഡിഷൻ ആണ്. ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1921 ആണ്. ഹാനിമാൻ ഡെത്ത് കഴിഞ്ഞ് 78 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക്കേഷൻ വരുന്നത് അദ്ദേഹത്തിന്റെ. അതിന്റെ പബ്ലിഷർ എന്ന് പറയുന്നത് ഇത്രയും ഫസ്റ്റ് ടു 5th എഡിഷൻ അർണോൾഡ് ഓഫ് ഡ്രെസ്ഡൻ ആണെങ്കിൽ ഇതിന്റെ പബ്ലിഷർ എന്ന് പറയുന്നത് റിച്ചാർഡ് ഹെയിൽ ആണ്. ഈ ടൈറ്റിൽ ഓർഗനൻ ഡേ ഹെൽക്കുനിസ്റ്റ് തന്നെയാണ്, പക്ഷെ ഇംഗ്ലീഷ് ടൈറ്റിൽ ഓർഗനൺ ഓഫ് മെഡിസിൻ എന്ന് വരും. മോട്ടോ സെയിം ആണ്. അഫോർസംസ് 291 ഉണ്ട്. ഫുഡ് നോട്ട്സ് വന്നിട്ട് 224 എന്ന് പറയും. ഈ 6th എഡിഷനാണ് ഡാരപ്പ് ട്രഷർ എന്ന് പറയുന്നത്. ഡാരപ്പ് എന്ന് പറഞ്ഞാൽ ബോണിയസിന്റെ ഫാമിലിയുടെ ഒരു ഹോം ടൗൺ ആണ്. മാഡം മെലനി, ഹാനിമാൻ മരിച്ചതിന് ശേഷം മാഡം മെലനിയുടെ അടുത്ത് പോയി ഒത്തിരി പേർക്ക് ചോദിച്ചിട്ട് മാനുസ്ക്രിപ്റ്റ്സ് കൊടുക്കാതെ മാഡം മെലനി വെച്ചിട്ട് ബോണിയസൻ ഫാമിലിയിലോട്ട് അവരുടെ അഡോപ്റ്റഡ് ഡോട്ടർ സോഫി കല്യാണം കഴിച്ചു പോയപ്പോൾ കൂടെ പോയി. അവർക്ക് കിഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ബോണിയസിന്റെ ഹെയർസിലോട്ടാണ് ഇത് പോകുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഒരു എന്താ പറയാ, അവരുടെ ഒരു ഹോം ടൗണിൽ ആ ഒരു വീടിനകത്ത് ഒത്തിരി വർഷങ്ങളായിട്ട് ആരും അന്വേഷിക്കപ്പെടാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. ലാസ്റ്റ് ആണ് ഈ വില്യം ബോറിക്കും റിച്ചാർഡ് ഹെയിലൊക്കെ കൂടെ പോയി ചെന്ന് പിന്നെ ഇതിന് മാനുസ്ക്രിപ്റ്റ്സിനെ തിരിച്ചു കൊണ്ടുവന്നത്. ഈ ഡാരപ്പ് എന്ന് പറഞ്ഞ ബോണിയസൻ ഫാമിലിയുടെ ഹോം ടൗണിൽ ഒത്തിരി കാലം ഈ എഡിഷൻ അങ്ങനെ മാനുസ്ക്രിപ്റ്റ്സ് അങ്ങനെ ഉണ്ടായിരുന്ന കൊണ്ടാണ് ഈ ഒരു ഡാരപ്പ് ട്രഷറിന് 6th എഡിഷൻ എന്ന് പറയുന്നത്. 6th എഡിഷന്റെ കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട്. കാരണം മാഡം മെലനി ഇതിനകത്തോട്ട് കുറെ എഴുതി ചേർത്തതായിട്ടും ഹാനിമാന്റെ ഒറിജിനൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഹാനിമാൻ ചിന്തിച്ച പോലെ ഒരു മീനിങ്ങിലല്ല കാര്യങ്ങൾ വന്നിട്ടുള്ളതായിട്ടും ഒക്കെ ഒത്തിരി കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് റെഡി ആയിരുന്നത് ഫെബ്രുവരി 1842 പക്ഷേ അത് പബ്ലിഷ് ആകുന്നത് 78 ഇയേഴ്സ് ആഫ്റ്റർ ഡെത്ത് ഓഫ് ഹാനിമാൻ ആണ്. ഇൻട്രൊഡക്ഷൻ 12 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ക്ലോസിംഗ് ലൈൻ ഉണ്ട്. 5th എഡിഷൻ ഉള്ളത് പോലെ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഇതിലും കണ്ടിന്യൂ ആകുന്നത്. പിന്നെ ഇതിന്റെ നോവൽറ്റീസ് എന്ന് പറയുമ്പോൾ 50 മിനിറ്റ് സ്മെൽ സ്കെയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. റെപ്പറ്റീഷൻ ഓഫ് ഡോസസിന്റെ റൂൾസ് ഒക്കെ കുറച്ചൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. വൈറ്റൽ ഫോഴ്സിന് റീപ്ലേസ് ചെയ്തിട്ട് വൈറ്റൽ പ്രിൻസിപ്പിൾ എന്നുള്ള ഒരു വേർഡ് കാണുന്നുണ്ട്. എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ നമ്മുടെ 10th അഫോറിസവും 17th അഫോറിസത്തിലൊക്കെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് കാണാൻ പറ്റും. വൈറ്റൽ ഫോഴ്സ് റീപ്ലേസ് ടു വൈറ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് സർട്ടൻ പ്ലേസസിൽ ലൈഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ വേർഡും യൂസ് ചെയ്യുന്നുണ്ട്. അഫോറിസം 11 ഒരു ലോങ് ഫുട് നോട്ടാണ് വരുന്നത്. ഡൈനാമിക് ഇൻഫ്ലുവൻസ് ഹാസ് ബീൻ ആഡഡ് ആൻഡ് അഫോറിസം 280, 81, 82 ഒക്കെ എൻറ്റയർലി റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. 282 പുതിയ ഫുഡ് നോട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫുഡ് നോട്ട്സ് ഒക്കെ ഒരുപാട് അഫോറിസത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ചിലത് കംപ്ലീറ്റ്ലി റീറിട്ടേൺ ചെയ്തിട്ടുണ്ട് ഹാനിമാൻ, ചിലത് പാർഷ്യലി റീറിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒത്തിരി അഫോറിസംസ് നമ്പേഴ്സ് വരും. കാരണം 6th എഡിഷനിൽ കുറെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഹാനിമാൻ വരുത്തിയിട്ടുള്ളതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡോക്ടർ വില്യം ബോറിക് ഓഫ് USA ആൻഡ് സ്റ്റീഫൻ ഡെക്കർ ആണ്. ഒരു ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. പിയറി സ്മിത്ത് ആണ് അത് ചെയ്തിട്ടുള്ളത്. സോ എഡിഷൻസ് ഓഫ് ഓർഗനോൺ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ 6 എഡിഷൻസ് എന്ന് പറയുന്നതും ഇത്രയും കാര്യങ്ങളാണ്. ഇയേഴ്സ് ഡിഫറെൻ്റ് ആണ്, പ്ലേസ് ഡിഫറെൻ്റ് ആണ്, എഡിഷൻ പെക്യുലാരിറ്റീസ് ഉണ്ട്. പബ്ലിഷറിന്റെ പേര് ലാസ്റ്റ് 6th എഡിഷനിൽ മാത്രമാണ് പ്രത്യേകതയുള്ളത്. ഈ 6th എഡിഷൻ എവിടെയാണ് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ട്. അതെനിക്ക് എക്സാക്ട്ലി ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലീപ്സിക്കിലാണോ അതോ US ഇത് എക്സാക്ട്ലി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന്. ആർക്കെങ്കിലും അതിന്റെ പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ അതൊന്ന് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും, ഒതന്റിക് ആയിട്ടുള്ളത്. ആൻഡ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ്, ഫ്രഞ്ച് ട്രാൻസ്ലേഷൻസ് ഒക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് എവർ ട്രാൻസ്ലേറ്റഡ് 4th എഡിഷൻ ആണ് ഇംഗ്ലീഷിലോട്ടുള്ളത്. ചാൾസ് എച്ച് ഡെവറിയന്റ് ചെയ്യുന്നത്. 6th എഡിഷന്റെ ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ പിയറി സ്മിത്ത് ആണ്. 3rd എഡിഷനാണ് ആദ്യമായിട്ട് ഒരു ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ വരുന്നത്. അത് EJ ബ്രണോ ആണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. പിന്നെ ഒത്തിരി എറേഴ്സ് ഉണ്ട് കേട്ടോ ഈ എഡിഷൻസിന്റെ ഓരോ കാര്യത്തിലും. നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൽ C. വീലർ ഇൻട്രൊഡക്ഷൻ പോർഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ഫ്യൂ ഫുട് നോട്ട്സ് മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. Translator to a large number of aphorisms, he added his own translator's note, and he did not translate aphorism 158. Then he printed aphorism 159 as 158 and 160 as 159.
ഒമിറ്റഡ് 160 അഫോഴ്സം കംപ്ലീറ്റ്ലി. ഇതൊക്കെ ട്രാൻസ്ലേഷൻ എറേഴ്സ് ആയിട്ടൊക്കെ കുറച്ച് വരുന്നതാണ്. ദെൻ ബേസിക്കലി വരുമ്പോഴത്തേക്ക് ഹാനുമാന്റെ നമ്പറിംഗ് ഓഫ് അഫോഴ്സം സെക്കൻഡ് എഡിഷനിൽ റോങ് ആയി. ദെൻ അതേപോലെ സെക്കൻഡ് എഡിഷനിൽ വന്ന അതേ എറേഴ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് തേർഡ് എഡിഷനിൽ വന്നു. ആക്ച്വൽ നമ്പർ പറഞ്ഞ പോലെ 320 ആയിരുന്നു ലാസ്റ്റ് മെസ്മറിസം ആഡ് ചെയ്തിട്ടുള്ള അഫോഴ്സത്തിന്റെ നമ്പർ. ബട്ട് ആക്ച്വലി 319 അഫോഴ്സംസേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഫോർത്ത് എഡിഷൻ തിയറി ഓഫ് ക്രോണിക് മൈസംസ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ പ്രിഫേസിൽ അതിനെ പറ്റിയിട്ട് മെൻഷനിങ് ഉണ്ടായിരുന്നില്ല. ഫിഫ്ത്ത് എഡിഷനിൽ ഹാനുമാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കേസർ, അതായത് എംപറർ അലക്ഷ്യസ് ആസ് ബ്രദർ ഓഫ് പ്രിൻസസ് മെറിയ പോർഫാജനേറ്റിയ. അത് അഫോഴ്സം 117 നമ്മൾ ഇഡിയോസിൻക്രസി പറയുന്ന സ്ഥലത്ത് ഫുഡ് നോട്ടിൽ കാണുന്നതാണ്. അതിലൊക്കെ ബ്രദർ എന്ന് പറഞ്ഞ ഹാനുമാൻ മെൻഷൻ ചെയ്യുന്ന ആള് യഥാർത്ഥത്തിൽ അലക്സിയസ് എന്ന് പറഞ്ഞ ഫാദർ ആയിരുന്നു പ്രിൻസസ് മറിയ പോർഫാജനേറ്റിയുടെ. അപ്പം അങ്ങനെയുള്ള കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. വെസൽ ഹോഫ് സെന്റൻസസ് ഒക്കെ ഫ്രെയിം ചെയ്ത ഹാനുമാന്റെ കുറച്ച് ചേഞ്ച് ചെയ്തു, ചിലത് അപ്പൻഡിക്സിലൊക്കെ ആഡ് ചെയ്തു. ഡെഡ്ജിന്റെ ട്രാൻസ്ലേറ്ററി എറേഴ്സും പിന്നെ വരുന്ന എഡിഷൻസിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ബോറിക്കൊക്കെ കോപ്പി ചെയ്ത് സിക്സ് എഡിഷനിലോട്ട് വന്നു. അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ആണ്. ഇതൊക്കെ എറേഴ്സ് ആണ് നമ്മുടെ ഓരോ എഡിഷൻസിൽ വന്നത്. സോ ഇത് ഇത്ര ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള 6 എഡിഷൻസും അതിന്റെ പെക്യൂലിയാരിറ്റീസും എറേഴ്സും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മളിപ്പം നമ്മുടെ ഓർഗൻ ഓഫ് മെഡിസിൻ ബുക്കിനകത്തോട്ട് ഡയറക്ട്ലി എൻറ്റർ ചെയ്യുമ്പോൾ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ ആദ്യം ഇൻട്രൊഡക്ഷന്റെ ഒരു ഗ്രീക്ക് വേർഡാണ് എൻലിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടേം ഓർഗനോൺ എന്ന് പറഞ്ഞ ഒരു ടേം തന്നെ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വരുന്നത്, വിച്ച് മീൻസ് ഓർഗാനം, ദാറ്റ് ഈസ് എ ടൂൾ ഓർ ആൻ ഇൻസ്ട്രുമെന്റ്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ള രീതിയിലാണ് ആദ്യത്തിന്റെ അർത്ഥം ഉള്ളത്. പക്ഷെ ഹാനുമാൻ അരിസ്റ്റോട്ടലിന്റെ ആ ഒരു ടേമിൽ നിന്നാണ് ഈ ഉള്ള ഒരു വേർഡ് കോയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ശരിക്കും ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതുന്നത് പ്രൊഫസർ എൽ.എം. ഖാന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ NIH ഒരു ഓർഗനോന്റെ ഹെഡ് ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇത് നമ്മുടെ 5th and 6th എഡിഷനകത്ത് കാണുമ്പോൾ ഉള്ള ഒരു സ്റ്റാർട്ടിങ്ങിലുള്ളതാണ്. സോ മാഗ്നം ഓപ്പസ് വർക്കാണ് ഹാനുമാന്റെ ഈ ഓർഗനോൺ എന്ന് പറഞ്ഞിട്ട് പറയുന്ന വ്യക്തി പ്രൊഫസർ എൽ.എം. ഖാൻ ആണ്. ആൻഡ് ദെൻ അതിനകത്ത് തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ ജാൻ മജുംദാർ പറയുന്നത്, ഇഫ് മെറ്ററമെഡിക്ക ഇസ് എ ഹോഴ്സ് ദെൻ ഓർഗനോൺ ഈസ് ഇറ്റ്സ് റീൻസ് ദാറ്റ് വുഡ് ഗൈഡ് ടു ഇറ്റ്സ് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ. ജസ്റ്റ് മാഗ്നം ഓപ്പസ് വർക്ക് ഓഫ് ഹാനുമാൻ ആണ് ഓർഗനോൺ എന്ന് ആര് മെൻഷൻ ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇറ്റ് വാസ് ഫ്രം ദ ഡെസ്ക് ഓഫ് പ്രൊഫസർ എൽ.എം. ഖാൻ. യു ക്യാൻ റൈറ്റ് ഇറ്റ്. ഗ്രീക്ക് വേർഡ് ആണ് ഓർഗാനം മീനിങ് ടൂൾ ഓർ ഇൻസ്ട്രുമെന്റ്. ആൻഡ് അതിന്റെ ഒരു ഓർഗനോന്റെ മീൻസ് ഇൻട്രൊഡക്ഷന്റെ ഒരു ഗ്രീക്ക് വേർഡ് ആണ് എൻലിറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് എഡിഷൻ തൊട്ടാണ് ഈ കണ്ടൻസ് അല്ലെങ്കിൽ ഇന്നോൾട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം ആഡഡ് ആകുന്നത്. അപ്പോൾ കണ്ടൻസിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഓർഗനോൺ ഓഫ് ദ ആർട്ട് ഓഫ് ഹീലിംഗ്, പ്രിഫേസ് ഉണ്ട്, വേരിയസ് എഡിഷൻസ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, അപ്പൻഡിക്സ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഓർഗനോൺ ടെക്സ്റ്റിൽ മെയിൻ ആയിട്ട് കണ്ടൻസ് വരുന്നത്. അപ്പൊ അതിൽ പ്രിഫേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഓഥറിന്റെ പ്രിലിമിനറി സ്റ്റേറ്റ്മെന്റ് ഓൺ ഇറ്റ്സ് പേർപ്പസ് വിത്ത് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ സബ്ജക്ട്, അതാണ് പ്രിഫേസ്. ഓരോ എഡിഷൻസിനും ഓരോ പ്രിഫേസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രിഫേസിനകത്ത് പറയും എന്തുകൊണ്ടാണ് ദിസ് സബ്ജക്ട് ഹാസ് ബീൻ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഹാഡ് ബീൻ ആഡഡ്. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഇറ്റ് അപ്പിയർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ 4th എഡിഷൻ. അത് ബേസ്ഡ് ഓൺ ആൻ എസ്സേ ആണ്. ആ എസ്സേ ആണ് ഇൻഡിക്കേഷൻ ഓഫ് ഹോമിയോപ്പത്തിക് എംപ്ലോയ്മെന്റ് ഓഫ് മെഡിസിൻസ് ഇൻ ഓർഡിനറി പ്രാക്ടീസ്. ആൻഡ് 1807 ടോർഗിലാണ് ഇങ്ങനെ ഒരു എസ്സേ ഫസ്റ്റ് പബ്ലിഷ്ഡ് ആകുന്നത്. ആ പബ്ലിഷ് ചെയ്ത എസ്സേനെയാണ് ഇൻട്രൊഡക്ഷനിൽ ഹാനുമാൻ ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നുണ്ട് തിയററ്റിക്കൽ പാർട്ട് 1 to 70 ആണ്, പ്രാക്ടിക്കൽ പാർട്ട് ഫ്രം 71 to 294 ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ അപ്പൻഡിക്സ് നമുക്കറിയാം ആറി ഡെഡ്ജിനും റിച്ചാർഡ് ഹ്യൂഗ്സും കൂടെയാണ് ഇങ്ങനെ ഒരു അപ്പൻഡിക്സ് കൊണ്ടുവരുന്നത്. ഓരോ ഓർഗനോന്റെ എവല്യൂഷൻ ഫസ്റ്റ് എഡിഷൻ തൊട്ട് 6th എഡിഷൻ വരെയുള്ള എവല്യൂഷൻസിനകത്തുള്ള ചേഞ്ചസ് ഒക്കെയാണ് കൂടുതലും നമ്മൾ ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണുന്നത്. ഇത് ഹാനുമാൻ റിട്ടേൺ ചെയ്തതല്ല ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ സാധനം. അത് ആഡഡ് അപ്പ് ആവുന്നത് ആറി ഡെഡ്ജിനും റിച്ചാർഡ് ഹ്യൂഗ്സും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. ദെൻ നമുക്കൊരു ഫോർവേഡ് ഉണ്ട് KN മാത്തൂറിന്റെ. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് ട്രൂത്ത് ട്രയംബന്റ്, അത് ഹാനുമാനെ ഒന്ന് ജസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് പറയുന്നതാണ്. ഹാനുമാൻ ആണ് ഇത്രയും ഒരു എന്താ പറയാ നല്ല രീതിയിൽ ഈ ഒരു എന്താ പറയാ ട്രൂത്ത് കൊണ്ടുവരാനായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ആക്ട് ചെയ്തത്. അങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം അത് ട്രൂത്ത് ഈസ് ട്രയംബന്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്.
ആൻഡ് വൈറ്റൽ ഡൈനാമിക്സ് ആണ് ഹാനുമാൻ ഡിസ്കവർ ചെയ്ത ട്രൂത്ത് ആയിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ഈ വൈറ്റൽ ഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കൺസെപ്റ്റ്സിന് ഡിഫറൻസ് വന്നു. അതായത് വൈറ്റൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഹാനുമാൻ കൊണ്ടുവന്ന ട്രൂത്തിനെ പലരും ഹോമിയോപത്സ് ഉൾപ്പെടെയുള്ളവർ കുറച്ച് മിസ്ലീഡ് ചെയ്താണ് കണ്ടത്. അത് അവർ കണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിസീസിൽ വരുന്ന ഒരു റിയാക്ഷൻസിന്റെ ഫോമിലാണ് വൈറ്റൽ ഡൈനാമിക്സിനെ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയത്. ന്യൂട്ടന്റെ കൺസെപ്റ്റ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അവർ കുറെ പേര് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. അതിൽ മിസ്ലഡ് ആയിപ്പോയ ഒരു ഹോമിയോപത്താണ് ഡോക്ടർ എച്ച് റോബോട്ട്സും. അദ്ദേഹവും ഈ മ്യൂച്വൽ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഈക്വലും ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ അല്ല, അതിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇമ്മ്യൂണിറ്റിയിലും റെസിസ്റ്റൻസിലുള്ള ഡിഫറൻസസ് ഇമ്മ്യൂണിറ്റിയിലും റിയാക്ഷനിലും ഡിഫറൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു മോർബിഫിക് ഏജന്റ് ആക്ട് ചെയ്യുന്ന അതേ റെസിസ്റ്റൻസ് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഈക്വൽ റിയാക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡിസീസ് ഉണ്ടാകത്ത പോലുമില്ല. ഡൈനാമിക് ഡിസീസിന്റെ രീതിക്ക് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇങ്ങനെയല്ല യൂട്ടിലൈസ്ഡ് ആകുന്നത് എന്നുള്ളത് തിരുത്തിക്കൊണ്ട് ഹാനുമാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു 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 2 സെക്കൻഡ് ഒന്ന് ഒരു ബ്രേക്ക് തരണേ. Sorry for the interruption. So, ഫോർവേഡിനകത്ത് 2 കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറയുന്നുണ്ട്. അത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനും എ ഡൈനാമിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. എ ഡൈനാമിക് ആയിട്ടുള്ള നമ്മൾ ഡൈനാമിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെ ഇമ്മ്യൂണിറ്റി റെസിസ്റ്റൻസ് എല്ലാം ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നുണ്ട്, പവർ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, കുഴപ്പമില്ല. എ ഡൈനാമിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫേറ്റൽ ആയിട്ടുള്ള ഡിസീസസും ക്രോണിക് ഡിസീസസിലൊക്കെ ടോക്സിക് ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന ഡിസീസസിലൊക്കെ കാണുന്നതാണ്. അവിടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്യുവർ ആണ്, ഇമ്മ്യൂണിറ്റി മെക്കാനിസം ഫെയിൽ ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെയ്ൻ മാതോറിന്റെ ആ ഒരു ഫോർവേഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഡോക്ടർ ബോയ്ഡിന്റെ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് പവർഫുൾ ഫോർ ഗുഡ് ക്യാൻ ബി പൊട്ടന്റ് ഫോർ ഈവിൾ എന്നാണ് പറയുന്നത്. അത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ അന്ന് കാലഘട്ടത്തിലുള്ളതിൽ ഒത്തിരി എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് ലാർജ് ഡോസസിലൊക്കെ കൊടുത്തിട്ട് ഒത്തിരി പോയിസണസ് എഫക്ട്, ടോക്സിക് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഹാനുമാൻ ആണെങ്കിൽ ഈവൻ പോയിസൺസിനെയും പൊട്ടൻറ്റൈസ് ചെയ്തിട്ട് മെഡിസിൻ ആക്കിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ഡിഫറൻസിന്റെ ആ ഒരു ബേസിസ് അലോപ്പത്സും ഹോമിയോപ്പതിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിനകത്ത് കൂടുതലും പോർട്രേ ചെയ്യുന്നത്. അതിൽ നജ എന്ന് പറയുന്ന സ്നേക്ക് വെനത്തിൽ നിന്നാണ് എടുക്കുന്നത്. നമുക്കറിയാം അതൊരു പോയിസൺ ആണെന്ന്. ബട്ട് അത് കാർഡിയാക് ആസ്മയുടെ കേസസിൽ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ മെൻഷൻ ചെയ്യുന്ന 3 മെഡിസിൻസ് ഇതാണ് ആ ഫോർവേഡിൽ. നജ ഫോർ കാർഡിയാക് ആസ്മ, ലാക്കസിസ് ഫോർ കാർബങ്കിൾസ്, മാലിഗ്നന്റ് പസ്റ്റ്യൂൾസ് ആൻഡ് ഹൈഡ്രോസൈനിക് ആസിഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊളാപ്സ് വിത്ത് സൈനോസിസ്. പിന്നെ ഹോമിയോപ്പതിയുടെ മെറിറ്റ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു 7 മെറിറ്റ്സ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഓഫ് മെൻഷനിങ്. ആൻഡ് നെക്സ്റ്റ് ഈസ് നമ്മുടെ ട്രാൻസ്ലേറ്റേഴ്സ് പ്രിഫേസ്. ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് നമുക്കറിയാലോ, ഡെഡ്ജിൻ ഉണ്ട്, ഹ്യൂഗ്സ് ഉണ്ട്. അപ്പം ആറി ഡെഡ്ജിൻ വന്നിട്ട് മാർച്ച് 1893 ഒരു ട്രാൻസ്ലേറ്റേഴ്സ് പ്രിഫേസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീണ്ടും പറയുന്നുണ്ട് പ്രിക്കോസേഴ്സ് ഓഫ് ഓർഗനോൺ എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങൾ, എസ്സേ ഓൺ ന്യൂ പ്രിൻസിപ്പിൾ ഫോർ അസർട്ടിംഗ് ക്യൂറേറ്റീവ് പവർ ഓഫ് ഡ്രഗ്സ് ഇൻ 1796 ആൻഡ് മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസ് 1805. അപ്പം ഈ 2 എസ്സേസ് ആണ് നമ്മുടെ പ്രീകേഴ്സേഴ്സ് ഓർഗനോന്റെ. ഇതാണ് അതിന്റെ 6 എഡിഷൻസ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാൻ പറഞ്ഞത് വെച്ചിട്ട്. ആൻഡ് 3rd എഡിഷനിൽ നിങ്ങൾക്കറിയാം നോവൽറ്റി മെസ്മറിസം ആണ്, പിന്നെ തിയറി ഓഫ് ക്രോണിക് ഡിസീസ്, വൈറ്റ് ഫോഴ്സ് ഡൈനമൈസേഷൻ. ദെൻ നിങ്ങൾക്കറിയാം 6th എഡിഷനിൽ കുറച്ച് റിന്യൂഡ് ഡൈനമൈസേഷൻ 50 മില്ലിസ്മോൾ സ്കെയിൽ വന്നിട്ടുണ്ട്.
പിന്നെ അക്നോളജ് ചെയ്യുന്നത് റിച്ചാർഡ് ഹ്യൂഗ്സിനെ അദ്ദേഹം നന്നായിട്ട് അക്നോളജ് ചെയ്യുന്നുണ്ട്. റിച്ചാർഡ് ഹ്യൂഗ്സ് ചെയ്ത ഹെൽപ്പിൽ അപ്പൻഡിക്സ് സെക്ഷനിൽ എ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ അഹോർസത്തിന്റെ സൈഡിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൻഡിക്സ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷനോ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് മെയിൻ ആയിട്ട് ട്രാൻസ്ലേറ്റേഴ്സ് പ്രിഫേസ് കാണുന്നത്. അപ്പൊ ട്രാൻസ്ലേറ്റേഴ്സ് പ്രിഫേസ് എഴുതുന്നത് ആർ.ഇ. ജഡ്ജിനാണ്, ഫോർവേഡ് എഴുതുന്നത് കെ.എൻ. മാത്തൂർ ആണ്. അപ്പം ജസ്റ്റ് ആദ്യത്തെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുന്നത് എൽ.എം. ഖാനാണ്. സോ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി വെച്ചേ ഉള്ളൂ. ദെൻ ഇനി നമ്മൾ കാണുന്നത് നമുക്ക് 5 പ്രിഫേസ് ഉണ്ട്. ആ 5 പ്രിഫേസിനകത്തും എന്തൊക്കെയാണ് ഹാനുമാൻ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഓരോ പ്രിഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രിലിമിനറി സ്റ്റേറ്റ്മെന്റ് ആണ് ഓതറിന്റെ, എന്തിനാണ് കുറിച്ച് എന്താണ് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഫസ്റ്റിൽ അദ്ദേഹം തരുന്നത് ഒരു വാണിംഗ് ആണ്. അതായത് ഇൻഡോളൻസും ലവ് ഓഫ് ഈസും ഒബ്സ്റ്റിനസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹ്യൂമൻ സർവീസിന് നല്ലൊരു സർവീസ് കൊടുക്കാൻ സഹായിക്കത്തില്ല. നമ്മൾ ഫ്രീഡം ഫ്രം പ്രെജുഡൈസും അൺടയറിംഗ് സീലും വേണം. ഇതായിരിക്കണം കുറച്ച് ക്വാളിറ്റീസ് ഓഫ് എ ട്രൂ ഫിസിഷ്യൻ എന്നാണ് ഫസ്റ്റ് പ്രിഫേസിൽ പറയുന്നത്. ഇത് നമുക്ക് ഇനി വരുന്ന ആൾക്കാർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്നുള്ള ലെവലിലാണ് ഹാനുമാൻ ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രിഫേസിൽ അദ്ദേഹം പറയുന്നത് ഗെല്ലേർട്സ് ഹാറ്റ് ഇൻ ദ ഫേബിൾ ആണ്. അപ്പം അത് അന്നത്തെ കാലത്തുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരുപാട് സിസ്റ്റംസ് അന്നത്തെ കാലത്ത് എക്സിസ്റ്റന്റ് ആയിരുന്നു. ഓരോ തിയററ്റിക് മെഡിസിൻസിനും ഓരോ ന്യൂ സിസ്റ്റംസ് വരുമ്പോൾ അതിനനുസരിച്ച് ഒരു ന്യൂ പേരുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പം അങ്ങനത്തെ സിസ്റ്റത്തിനെ ഹാനുമാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഹാറ്റ് ഗെലേർട്ട് ചെയ്യുന്നത് പോലെ ആയിപ്പോയി എന്നുള്ള രീതിക്കാണ്. ഓരോ സ്റ്റോറിക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഹാറ്റിനെ മോഡിഫൈ ചെയ്ത് വെക്കുന്ന പോലെയാണ് ഓരോ ആർട്ട് ഓഫ് മെഡിസിനും സ്യൂഡോ സയന്റിഫിക് ഫാബ്രിക്കേഷൻസ് വരുമ്പോഴത്തേക്ക് അതിന് ഓരോ പ്രാവശ്യം റീമോഡൽ ചെയ്യും, ഓരോ ന്യൂ നെയിംസ് കൊടുക്കും. അതിനെയാണ് ഈ ഗെല്ലേർട്സ് ഹാറ്റ് ഇൻ ദ ഫേബിൾ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത തേർഡ് എഡിഷന്റെ പ്രിഫേസ്, ആ തേർഡ് പ്രിഫേസിൽ അദ്ദേഹം പറയുന്നത് ബാരൻ വോൺ ബ്രുണോയുടെ ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ആണ്. അതിനെ നന്നായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർത്തിന്റെ പ്രിഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വിസ് മെഡിക്കാട്രിസ് നാച്ചുറേ നേച്ചർ സെൽഫ് ഹെൽപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പറയുന്നുണ്ട്. അടുത്ത ഫിഫ്ത്ത് എഡിഷനിലാണെങ്കിൽ അലോപ്പതി എന്നുള്ള ടേം ഫസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഹാനുമാൻ യൂസ് ചെയ്യുന്ന അലോപ്പതി എന്ന് പറയുമ്പോൾ ALLO എന്നുള്ള ടേം ആയിരിക്കും. പിന്നെയാണ് മാറ്റിയതിന് ഹാനുമാൻ ALLO എന്നുള്ള രീതിക്ക് വരുന്നത്. അവിടെ അന്നത്തെ അലോപ്പതിയുടെ ഒരുപാട് ഡീമെറിറ്റ്സ് എപ്പോഴും ഹാനുമാനിൽ കുറെ ക്രിറ്റിസിസം പോലെയാണ് പറഞ്ഞിട്ടുള്ള ഓരോ പ്രിഫേസസിനകത്തും. അത് ക്രിട്ടിസൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്. അന്നത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് അത്രയും മോശമായിരുന്നു. പേഷ്യന്റിന് അവരുടെ ബ്ലഡും അവരുടെ ഹെൽത്തും ഒക്കെ റോബ്ഡ് ആയി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളതിനെ കുറിച്ച് മനസ്സ് നൊന്നിട്ടാണ് ഹാനുമാൻ ആക്ച്വലി ഇങ്ങനത്തെ പ്രിഫേസസിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് ഹോമിയോപ്പതിയിൽ ഇതൊന്നുമില്ല. ഹോമിയോപ്പതിയിൽ അതിന്റെ കുറച്ച് മെറിറ്റ്സ് ആണുള്ളത്. ബ്ലഡ് ലെറ്റിംഗ് ഇല്ല, ലീച്ചിങ്, വീനസ് സെക്ഷൻ, കപ്പിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഹോമിയോപ്പതിയിൽ ഇല്ല. എന്നിട്ട് അതുപോലെ തന്നെ ഹാനുമാൻ സോറി പറയുന്നുണ്ട് ഈ ഫിഫ്ത്ത് എഡിഷനിൽ. അതെന്തിനാന്ന് വെച്ചാൽ ഹാനുമാൻ ഒരിക്കൽ നമുക്ക് തന്നിട്ടുള്ള അഡ്വൈസിൽ 2 അഡ്വൈസസ് ഹാനുമാൻ എടുത്ത് കളയുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സോറിക്കായിട്ടുള്ള ഡിസീസസിൽ ഇച്ചിങ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബാക്കിൽ റെസിനസ് പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യണം എന്ന് ഹാനുമാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പാരലിറ്റിക് കണ്ടീഷൻസിന് വളരെ ഫൈനസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സ്പാർക്സ് എംപ്ലോയ് ചെയ്യാനും ഹാനുമാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഹാനുമാൻ ഇങ്ങനെ ആ ഒരു 2 അഡ്വൈസസ് പറഞ്ഞത് തിരിച്ചെടുക്കുകയും മോംഗ്രൽ ഹോമിയോപ്പതിസ്റ്റ് ആയി പോകുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയുകയും ഈ 2 അഡ്വൈസസിനെ റിട്രാക്ട് ചെയ്യാൻ പറയുന്നത് ഈ ഫിഫ്ത്ത് എഡിഷന്റെ പ്രിഫേസിനകത്താണ് പറയുന്നത്. ഈ മോംഗ്രൽ ഹോമിയോപ്പതിസ്റ്റ് എന്ന് പറഞ്ഞാൽ മോംഗ്രൽ മീൻസ് ക്രോസ് ബ്രീഡിംഗ് ഡോഗ്സ് എന്നാണ് എൻ്റെ അർത്ഥം. അറ്റ് എ ടൈം ദേ വിൽ പ്രാക്ടീസ് അലോപ്പതി ആൻഡ് ഹോമിയോപ്പതി. അങ്ങനെ ഒരിക്കലും ആയി പോകരുത്. നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഒരു ഹോമിയോപ്പത്തിന് എന്നുള്ളതാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ 2 അഡ്വൈസസ് ആണ് അദ്ദേഹം മെയിൻ ആയിട്ട് റിട്രാക്ട് ചെയ്ത് കളയുന്നത്. ഇത് 2017 APGTക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡോക്ട്രിൻ ഓഫ് വൈറ്റൽ ഫോഴ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് എഡിഷൻ ഓഫ് ഓർഗനോൺ. അപ്പൊ നമ്മുടെ ഓരോ എഡിഷൻസും അതിന്റെ പെക്യൂലിയാരിറ്റീസും അറിയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ദെൻ വിസ് മെഡിക്കാട്രിസ് നാച്ചുറേ സെൽഫ് ഹെൽപ്പ് നേച്ചർ സെൽഫ് ഹെൽപ്പ് ഇൻ ഡിസീസസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പൊ പ്രിഫേസസിനകത്ത് നിന്ന് വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതത് സെക്ഷൻസ് പോകുമ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത്.
സോ ആഫ്റ്റർ പ്രിഫേസ് വി സീ ദ ഇൻട്രൊഡക്ഷൻ. ഈ 6th എഡിഷന്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറയാൻ വിട്ടുപോയി, ജെയിംസ് ക്രോസിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഹാനിമാന്റെ തന്നെ ഒരു നോട്ട് വരുന്ന ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഈ ജെയിംസ് ക്രോസിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബോറിക് എഡിഷന്റെ ട്രാൻസ്ലേഷന്റെ കാര്യം വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹെഡിങ് തന്നെ അദ്ദേഹം കൊടുക്കുന്നു, ഇൻട്രൊഡക്ഷൻ ടു ഡോക്ടർ ബോറിക്സ് ട്രാൻസ്ലേഷൻ ഓഫ് ദ 6th എഡിഷൻ ഓഫ് ഹാനിമാൻസ് ഓർഗനോൺ എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അദ്ദേഹം വെക്കുന്നത്. അപ്പോ അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നുണ്ട് 2 പ്രാവശ്യം ഹാനിമാന്റെ മാനസ്ക്രിപ്റ്റ്സ് ലോസ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ മാനസ്ക്രിപ്റ്റ്സ് ലോസ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രാങ്കോ പ്രഷ്യൻ വാർ ഓഫ് 1870-71 ആൻഡ് വേൾഡ് വാർ ഓഫ് 1914-1918. അപ്പം ആ ഒരു 2 വാറിന്റെയും ഇയറും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. എനിക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് വൺസ് ഇറ്റ് വാസ് ആസ്ക്ഡ് ഫോർ ആസ് ആൻ MCQ ക്വസ്റ്റ്യൻ. ഏത് എക്സാം ആണ്, PSC ആണോ APGT ആണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആൻഡ് ഈ 4 എപ്പോക്കൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതിന് ഈ ഓർഡറിൽ ഇതിന്റെ ഓർഡർ റീഅറേഞ്ച് ചെയ്തിട്ടിട്ട് കറക്റ്റ് ഓർഡർ ഏതായിരുന്നു എന്നായിരുന്നു അന്നത്തെ ക്വസ്റ്റ്യൻ. അതില് ഹിപ്പോക്രാറ്റ്സ് എന്ന് പറയുന്നത് UPSC സംതിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഹിപ്പോക്രാറ്റ്സ് ഒബ്സർവർ ആണ്, ഗാലൻ ഡിസമിനേറ്റർ ആണ്, പാരാസെൽഷ്യസ് ഒരു അസൈലറും, ഹാനിമാൻ ഒരു ട്രൂ എക്സ്പെരിമെന്റർ ആണ്. ഇങ്ങനെയാണ് ജെയിംസ് ക്രോസ് ഇൻട്രൊഡക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ ആ എപ്പോക്കൽ ഫിഗേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഇവരെ പറയുന്നത്. അതിനകത്ത് ഹാനിമാന്റെ ഇമ്പോർട്ടൻസ് കൂടെ കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതിൽ ഹിപ്പോക്രാറ്റ്സ് ഫസ്റ്റ് ഒബ്സർവർ എന്ന് പറയാൻ കാരണം ഹി ഇൻട്രൊഡ്യൂസ് ദ ആർട്ട് ഓഫ് ക്ലിനിക്കൽ ഒബ്സർവേഷൻ ആസ് ദ നെസസറി ബേസിസ് ഫോർ പത്തോളജിക്കൽ ഡയഗ്നോസിസ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് ഒക്കെ ടീച്ചിങ്സ് മെഡിക്കൽ വേൾഡിനെ ഫുൾ അറിയിച്ചത് ഗാലൻ ആണ്. ഡിസമിനേറ്റ് മീൻസ് സ്പ്രെഡിങ് എവരിവെയർ. അത് സ്പ്രെഡ് ചെയ്തിരുന്ന വ്യക്തിയാണ് ഗാലൻ. ദെൻ പാരാസെൽഷ്യസ് വാസ് സെഡ് ടു ബി അസൈലർ. നമുക്കറിയാം പാരാസെൽഷ്യസ് എന്നുള്ള ഡോക്ടർ ഓഫ് സിഗ്നേച്ചറിന്റെ ഫാദറാണ്. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആസ് വെൽ ആസ് ഫിസിക്കൽ അനാലിസിസ് കൊണ്ടുവന്നു പ്രാക്ടീസ് ഓഫ് മെഡിസിനകത്ത്. ഹാനിമാൻ ആയിരുന്നു, ബട്ട് എക്സാക്ട് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റർ. അദ്ദേഹം തിയറീസിലൊന്നും നിൽക്കാണ്ട് കറക്റ്റ് ആയിട്ടുള്ള സിംറ്റമാറ്റിക് സോഴ്സ് നോക്കി മെഡിസിനിൽ അതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലെവലും സയന്റിഫിക് ഇൻഡക്ഷൻ കൊണ്ടുവന്ന് ലോ ഓഫ് സിമിലേഴ്സ് കൊണ്ടുവന്ന് അത് ഹ്യൂമൻസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഡ്രഗ് പ്രൂവിങ്ങും കറക്റ്റ് ആയിട്ടുള്ള വേ ഓഫ് ട്രീറ്റ്മെന്റും. സോ ഇങ്ങനെയാണ് 4 എപ്പോക്കൽ ഫിഗേഴ്സിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. ഹിപ്പോക്രാറ്റ്സ് ഒബ്സർവർ, ഗാലൻ ഡിസമിനേറ്റർ, പാരാസെൽഷ്യസ് അസൈലർ ആൻഡ് ഹാനിമാൻ ട്രൂ എക്സ്പെരിമെന്റർ. സോ ജെയിംസ് ക്രോസിന്റെ ഇൻട്രൊഡക്ഷനിൽ മാനസ്ക്രിപ്റ്റ്സ് ലൂസ് ആകുന്ന കാര്യവും ഈ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഉണ്ട്. പിന്നെ പറയുന്നത് ടോളെ കോസം. എപ്പോഴും അലോപസ് നോക്കിക്കൊണ്ടിരുന്നത് അവർ അന്നത്തെ കാലത്ത് നോക്കിയത് ടോളെ കോസം, കോസസ് ഓഫ് ഡിസീസിന്റെ ബാക്കിലായിരുന്നു. സെസേറ്റ് എഫക്ട്, സെസേറ്റ് കോസ, റിമൂവ് ദ എഫക്ട്സ് ആൻഡ് യു റിമൂവ് ദ ഡിസീസ് എന്നുള്ളതാണ്. ഒരു എഫക്ട് ഇല്ലാണ്ട് ഒരു കോസ് ഇല്ലാതെ ഒരു എഫക്ട് വരത്തില്ല. ആ എഫക്ട് മാറ്റിയാൽ അതിന്റെ അർത്ഥം ആ കോസ് തന്നെ പോയി എന്നുള്ളതാണ്. അവിടെ പിന്നെ വേറെ ഒന്നും റിമെയിൻ ചെയ്യുന്നില്ല എന്നാണ്. പിന്നെ 1790 തൊട്ട് 1839 ഇതൊക്കെ ജെയിംസ് ക്രോസിന്റെ ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 1790 തൊട്ട് 1839 വരെ ഹാനിമാൻ 99 ഡ്രഗ്സ് പ്രൂവ് ചെയ്തു. അതൊക്കെ റെക്കോർഡഡ് ആയിട്ടുള്ളത് ഫ്രാഗ്മെന്റയിൽ 27 ഡ്രഗ്സ് ഉണ്ട്, മെച്ചിറംഡിക്ക പ്യൂറയിലുണ്ട്, ക്രോണിക് ഡിസീസസിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഫസ്റ്റ് നടത്തിയ ഒരു എക്സ്പെരിമെന്റ്, സിങ്കോണ ബാർക്കിന്റെ എക്സ്പെരിമെന്റ്, ഇന്റർമീഡിയറ്റ് ഫീവറിന്റെ കാര്യത്തിൽ അദ്ദേഹം ട്രൈ ചെയ്തത് 4 grams ഓഫ് ചൈനയാണ് ട്വൈസ് എ ഡേ എടുത്തത് എന്നുള്ളത് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഹാനിമാൻ വാസ് ഹിസ് ഓൺ കൊളംബസ്, ഹിസ് ഓൺ മെഗലൻ. ഇങ്ങനത്തെ ഒരു വേർഡിങ് പറഞ്ഞത് ജെയിംസ് ക്രോസ് ആണ്. അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും അരിസ്റ്റോട്ടിൽ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞ ഒരു 2000 ഇയേഴ്സോളം അദ്ദേഹം പറഞ്ഞു നടന്നത് എർത്ത് ഫ്ലാറ്റ് ആയിരുന്നു എന്നായിരുന്നു. ആൻഡ് കൊളംബസ് വന്ന് തുടങ്ങി റൗണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് മെഗലൻ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് പിന്നെയും എടുത്ത് കുറച്ച് ഇയേഴ്സ്. അപ്പം ഹാനിമാൻ അങ്ങനെ വേറെ ആരെങ്കിലും തുടങ്ങി വെച്ച് പിന്നെ അത് ഫിനിഷ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു അല്ലായിരുന്നു. ഹാനിമാൻ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഹാനിമാൻ തന്നെയാണ് കൊളംബസ് ആയിട്ട് മെഗലൻ ആയിട്ട് നിന്ന് കണ്ടുപിടിച്ചത്. നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതിന് വേറെ ആരുടെ ഹെൽപ്പ് ഹാനിമാന് വേണ്ടി വന്നില്ല. അപ്പം കുള്ളന്റെ മെട്രിമണിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ അരിസ്റ്റോട്ടിൽ എർത്ത് ഫ്ലാറ്റ് ആയിട്ടിരുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊളംബസ് മെഗലനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. കൊളംബസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. പക്ഷെ ഹാനിമാൻ അങ്ങനെ അല്ലായിരുന്നു. അദ്ദേഹം തന്നെയാണ് എല്ലാം ഫൈൻഡ് ചെയ്തത്. സോ ഹി യൂസ് ദിസ് സെന്റൻസ്, ഹാനിമാൻ വാസ് ഹിസ് ഓൺ കൊളംബസ്, ഹിസ് ഓൺ മെഗലൻ. ആൻഡ് ദാറ്റ് വാസ് ഇൻ കേസ് ഓഫ് ഫൈൻഡിങ് ദ എക്സാക്ട് ട്രൂത്ത്, ഹോമിയോപ്പതി, സിമിലർ സിലിണ്ടർ, കുരണ്ടർ. ആൻഡ് ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി വെച്ചിട്ടാണ്
ക്യൂറിങ് ട്രീറ്റ്മെന്റും ക്യൂറും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ 1797 അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് കോളിക്കിനൊക്കെ വെറേട്രം ആൽബം യൂസ് ചെയ്ത് ക്യൂർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ക്യൂറബിൾ പേഷ്യൻസിന് അദ്ദേഹം ആസ്മയൊക്കെ നക്സോമിക്ക യൂസ് ചെയ്തിട്ട് ക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മെഡിസിൻസ് ആൻഡ് 2 കണ്ടീഷൻസ് വന്നിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജെയിംസ് ക്രോസിന്റെ ഇൻട്രൊഡക്ഷനിൽ 1797 വെറേട്രം ആൽബം ഫോർ കോളിക് ആൻഡ് നക്സോമിക്ക ഫോർ ആസ്മോ. പിന്നെ കോണിങ്സ് ലെറ്റർ തൊട്ട് പാരീസ് വരെയുള്ള അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ജേർണി വരെ എല്ലായിടത്തും അദ്ദേഹം ഈ ഒരു നമ്മുടെ സിമിലർ സിംപ്ലിമസ് ക്യൂറൻറ്റർ ഫോളോ ചെയ്ത് ഇഷ്ടംപോലെ ക്യൂർസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ഓതേഴ്സ് പ്രിഫേസ് ടു ദ 6th എഡിഷൻ. അതൊരു ഫ്രഞ്ചിലുള്ള നോട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നോട്ടിനകത്ത് പറയുന്നത് അപ്പോഴത്തെ അലോപ്പത്തിക് ട്രീറ്റ്മെന്റ് ജനറൽ നോഷൻസും കാര്യങ്ങൾ ആൻഡ് ഹോമിയോപ്പതി അവോയ്ഡ്സ് എവറിത്തിങ് ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി എൻഫീബ്ലിംഗ്. അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ലെറ്റിംഗ്, ലീച്ചിങ്, കപ്പിംഗ്, വീനസ് സെക്ഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ, ഒരു തുള്ളി ബ്ലഡ് പോലും ഡ്രോപ്പ് ചെയ്യാതെ, പേഷ്യന്റിന് ഒരു ഡിസ്കംഫർട്ടും കൊടുക്കാതെ, പേഷ്യന്റിന് ഒരു വയലന്റ് ട്രീറ്റ്മെന്റും കൊടുക്കാതെ, എല്ലാ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം അവോയ്ഡ് ചെയ്തിട്ടാണ് ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഈ സെന്റൻസ് നിങ്ങൾ 5th എഡിഷനിലും കണ്ടെന്നിരിക്കാം പ്രിഫേസിൽ. സോ ഈ ഓതേഴ്സ് പ്രിഫേസ് ടു ദ 6th എഡിഷനിൽ അദ്ദേഹം ലാസ്റ്റ് കോത്തൻ മാർച്ച് 28, 1833 എന്ന് പറയും. അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അവിടെ റിച്ചാർഡ് ഹെയിൽ സജസ്റ്റ് ചെയ്യുന്നത് അത് ഫെബ്രുവരി 1842 ആണ് ഡേറ്റ് ആയിട്ട് പറയുന്നത്, അക്കോർഡിംഗ് ടു ദ മാനുസ്ക്രിപ്റ്റ് കോപ്പി വിച്ച് വാസ് മെയ്ഡ് ബൈ മാഡം മെലനി. പക്ഷേ ഹാനിമാൻ ഡേറ്റ് ഇടാറില്ല, അത് ലാസ്റ്റ് പ്രിന്റിംഗിന്റെ ടൈമിൽ ഇടാറുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ വരുന്നുണ്ട്. ഹാനിമാൻ ഒരിക്കലും ഈ മാനുസ്ക്രിപ്റ്റിൽ എക്സാക്ട് ഡേറ്റ് ഇട്ടിട്ടുണ്ടാകില്ല. പ്രോബബ്ലി ശരിക്കും പറഞ്ഞാൽ മാഡം മെലനി ആഡ് ചെയ്തതായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഹെയില് സജസ്റ്റ് ചെയ്യുന്നത്. ഫെബ്രുവരി 1842 എന്നുള്ളതാണ് അദ്ദേഹം റിസീവ് ചെയ്ത ഇതിനകത്തുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ 2-3 കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ടെക്സ്റ്റിൽ നമുക്ക് പ്രിന്റഡ് ആയിട്ട് കിട്ടുന്നത് കോത്തൻ മാർച്ച് 28, 1833 എന്നാണ് ഡേറ്റ് ഓഫ് മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻട്രൊഡക്ഷനകത്ത് അന്നത്തെ അലോപ്പതിയുടെ തെറാപ്യൂട്ടിക്സും കാര്യങ്ങളുമാണ് കൂടുതൽ പറയുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് വരുന്നത് 4th എഡിഷനകത്താണ് വരുന്നത്. So review of therapeutics, allopathy and palliative treatment that had hitherto been practiced in the old school of medicine. അപ്പൊ അവർ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഹാനിമാൻ. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രാറ്റ്സിന് ശേഷം ഒരുപാട് സോക്കോൾഡ് സിസ്റ്റംസ് വന്നു. ട്രീറ്റ്മെന്റ് വിത്ത് മിക്സ്ചേഴ്സ് ഓഫ് അൺനോൺ മെഡിസിൻ സബ്സ്റ്റൻസ്, അതിനെ അവർ അലോപ്പതി എന്നുള്ള പേരിൽ വിളിക്കുന്നു. പ്രിസ്ക്രിപ്ഷൻ മാനുവൽസ് എന്ന് പറഞ്ഞാൽ ലോ ഗ്രേഡ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സ്, ഓർഡിനറി പ്രാക്ടീഷണേഴ്സ് ചെയ്തതാണ്. ഒരുപാട് റുട്ടീൻ വേ ഓഫ് പ്രിസ്ക്രൈബിങ് സോ മെനി ഡ്രഗ്സ്. റാഷണൽ മെഡിസിൻ, റാഷണൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായമായത്, സത്യമായിട്ടുള്ളത്. അലോപ്പത്സ് അവരെ ക്ലെയിം ചെയ്യുന്നത് റാഷണൽ മെഡിസിൻ ഉള്ള ആൾക്കാരായിട്ടാണ്. കാരണം അവരാണ് കോസിനെ മാറ്റുന്നത്, അതുകൊണ്ട് അവരെ എല്ലാം മാറ്റുന്നു എന്ന് പറഞ്ഞ് അവർ പറയുന്നത്. ഈ ടോളെ കോസം എന്ന് പറയുന്നതും അവരുടെ കൺസെപ്റ്റ് ആണ്. ടോളെ കോസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, റിമൂവൽ ഓഫ് ദ കോസസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആന്റിസിഡന്റൽ കോസസ് ഓഫ് ഓൾ ദി ഡിസീസസ്. പ്രൈമ കോസ മോർബി, പ്രൈമറി കോസ് ഓഫ് ദ ഡിസീസ്. അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രൈമ കോസ മോർബി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇൻവേർഡ് ആയിട്ടുള്ള ഒരു ഡിറേഞ്ച്മെന്റ് ഉണ്ടാക്കിയ ഒരു കാരണം അത് തന്നെയാണ് ഡിസീസ്. പക്ഷെ അവരൊരിക്കലും തിരിച്ചറിയുന്നില്ല കോസ് വേറെയാണ്, എഫക്റ്റ് വേറെയാണ്. ഒരു സൗണ്ട് ഹ്യൂമൻ നോളജ് ഉള്ള ഒരു വ്യക്തിക്ക്, അത് ബേസിക് നോളജ് ഉള്ള ലോജിക് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അവർക്കത് മനസ്സിലായിട്ടില്ല. പിന്നെ സ്പെസിഫിക് മെഡിസിൻസിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ആ മോർബിഡ് ഇറിറ്റേഷൻ ഹോമോജീനസ് ആയിട്ട് ഹോമിയോപ്പതി പോലെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവര് ഫോർബിഡൻ ചെയ്യുന്നു. അവര് എന്തോ ഒരു ഇമേജിനറി മെറ്റീരിയൽ കോസ് ഓഫ് ദി ഡിസീസ് ഉണ്ട്, അത് മാറ്റണം. അതിനുവേണ്ടി എങ്ങനെയെങ്കിലൊക്കെ സ്പെസിഫിക് മെഡിസിൻസ് കൊടുക്കുക, ട്രീറ്റ് ചെയ്യുക. ഒരു ഡിസീസിന് ഒരു സ്പെസിഫിക് മെഡിസിൻ അവർ വെച്ചേക്കും. വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നില്ലേ എന്ന് അവർ നോക്കത്തില്ല, പക്ഷെ അവർ കൊടുക്കും. അത് അവരുടെ വേ ആയിരുന്നു. പിന്നെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് അവരാണ് കോസൽ ക്യൂർസ് ഒക്കെ നടത്തുന്നത്. അതായത് കോസ് വെച്ചിട്ട് കോസ് കണ്ടുപിടിച്ച് അതിനുവേണ്ടി മെഡിസിൻ കൊടുത്തിട്ട് ക്യൂർ നടത്തുന്നു. പക്ഷെ അതൊരു റോങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ ട്രൂ കോസൽ മെഡിക്കേഷൻ എന്ന് പറഞ്ഞ് ഹോമിയോപ്പതി ചെയ്യുന്നത് ഹാനിമാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. കോസൽ ക്യൂർസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇപ്പോൾ ഒരു ബിലിയസ് ഫീവർ വരെയാണെങ്കിൽ അവർ വൊമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ബൈലിനെ ഇവാക്യുവേറ്റ് ചെയ്ത് കളയുന്നു. അപ്പൊ അവർ പറയുന്നു കോസ് എന്തായിരുന്നു അതിനെ ഞങ്ങൾ മാറ്റി ക്യൂർ കൊടുത്തു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പേഷ്യന്റിന്റെ വൈറ്റാലിറ്റി ലോ ആവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന എമിറ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ആന്റിടാട്ടോ അങ്ങനത്തെ പവർഫുൾ എമിറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു എന്താ പറയാ പേഷ്യന്റിന് കുറച്ചും കൂടെ ഫേറ്റൽ ആയിട്ട് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഗ്യാസ്ട്രിക് ഓവർലോഡഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അവർ ആന്റിടാട്ട് എപ്പിക്കൊക്കെ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ എമിറ്റിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവർ കൊടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ എമിറ്റിക്സ് കൊടുത്ത് വൊമിറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അവിടെ മെഡിസിനൽ എയ്ഡ് എമിറ്റിക്സിന്റെ ആവശ്യമേ ഇല്ല. അങ്ങനത്തെ ഈ ഒരു ഇവരുടെ ഫോൾട്ടി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കാരണം
പേഷ്യന്റിന് ഒത്തിരി ബാഡ് എഫക്ട്സ് ഒക്കെ വരുന്ന സ്ഥലത്ത് ഹാനിമാൻ പറയുന്നത് പൾസാറ്റിലയുടെ ഹയർ ആയിട്ടുള്ള ഒരു ഡൈല്യൂഷൻ മെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലോബ്യൂളിന്റെ ഒരു ചെറിയ ഓൾഫാക്ഷൻ മതി ആ കംപ്ലൈൻസ് മാറാനായിട്ട്. അത് ഹാനിമാൻ അതിനകത്ത് ഈ ഒരു ചെറിയ അക്ഷരത്തിൽ സബ് നോട്ട്സ് പോലെ എഴുതിയിട്ടുണ്ടാകും. അത് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആക്ച്വലി ആ ഒരു ഗ്യാസ്ട്രിക് ഡിറേഞ്ച്മെന്റ് വന്നത് ചിലപ്പം ഫുഡ് ഓവർലോഡഡ് ആയത് കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ മെന്റൽ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും കൊണ്ടായിരിക്കാം. ഏത് കൊണ്ടാണെങ്കിലും അവിടെ ഒരു ഡൈനാമിക് മെഡിസിൻ പോകുമ്പോഴത്തേക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്ട് നടന്ന് ക്യൂർ നടക്കുന്നത്. എമിറ്റിക്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാ പറയുന്നത്. അതാണ് ട്രൂ കോസൽ മെഡിക്കേഷൻ ഹോമിയോപ്പതി പൾസാറ്റിൽ ഉപയോഗിച്ച് ചെയ്തത്. അവർ ചെയ്യുന്നത് അങ്ങനെയല്ല, കോസൽ ക്യൂർസ് അല്ല എന്നാണ് ഹാൻമാൻ പറയുന്നത്. അതുപോലെ തന്നെ അവർ അക്യൂട്ട് ആയിട്ടുള്ള പ്ലൂറസി വരുമ്പോഴത്തേക്ക് അവര് ബഫി കോട്ടാണ് ഇമാജിനറി ആയിട്ടുള്ള മെറ്റീരിയൽ കോസ് ഓഫ് ദ ഡിസീസ്, മെറ്റീരിയ പെക്കൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബഫി കോട്ട് എന്ന് പറയുന്നത് ആ കൊയാഗുലബിൾ ആയിട്ടുള്ള ലിംഫ് ബ്ലഡിലുള്ളതിനെയാണ് ബഫി കോട്ട് എന്ന് അവർ കണ്ടുപിടിക്കുന്നത്. അപ്പം അവരുടെ ആക്ച്വലി വേ ഓഫ് ട്രീറ്റ്മെന്റും അവർ ഇമാജിനറി കോസ് എന്ന് കൺസിഡർ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിസ്റ്റിക് കോസ് എന്ന് പറയുന്നത് തന്നെ റോങ് ആണ്. അതിന് അഗെയിൻസ്റ്റ് അവർ ചെയ്യുമ്പോഴത്തേക്ക് ഫെയിലിയേഴ്സ് ആണ് വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള വീനസ് സെക്ഷൻസ് ഒക്കെ അവർ ചെയ്യും, എക്സസ് ഓഫ് പ്ലിത്തോറ മാറ്റാനൊക്കെ ആയിട്ട്. അപ്പൊ പേഷ്യന്റ് ഡൗൺ ആയി പോവേ ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഉള്ള സ്ഥലങ്ങളിൽ ഈ ബഫി കോട്ടും ഇമാജിനറി പ്ലിത്തോറയൊന്നും മാറ്റാതെ ഒരു സ്മോൾ ഗ്ലോബ്യൂൾ ഓഫ് ദ ഡെസിലിയൻത്ത് ഫോൾഡ് ഡൈല്യൂഷൻ ഓഫ് അക്കോണൈറ്റ് ജ്യൂസ് കൊടുത്താൽ മതി, മാറും. പക്ഷെ അക്കോണൈറ്റ് യൂസ് ചെയ്യുമ്പോൾ വെജിറ്റബിൾ ആസിഡ്സ് ഒന്നും പേഷ്യൻസിന് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, കാരണം ആന്റിഡോട്ടഡ് ആയി പോകും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഹാനിമാൻ അവരന്ന് ചെയ്തിരുന്ന തെറ്റുകളെ കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. അതുപോലെ അവർക്ക് അപ്പോഴുണ്ടായിരുന്നതാണ് ട്രീറ്റ്മെന്റ് ബൈ ഡെറിവേഷൻ, കൗണ്ടർ ഇറിറ്റൻസ്, പിന്നെ ഡ്യൂസ് നേച്ചറെ, മിനിസ്റ്റർ നേച്ചറെ എന്ന് പറയും. അതായത് സെർവൻസ് ഓഫ് സോറി ഈ ട്രീറ്റ്മെന്റ് ഓഫ് ഡെറിവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അവർ പറയുന്ന ഈ ഡ്യൂസ് നേച്ചറെ, മിനിസ്റ്റർ നേച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സെർവൻസ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ നേച്ചറിനെ ഫോളോ ചെയ്യുവാണ് അവര്. ഈ ഡ്യൂസ് നേച്ചർ എന്ന് പറയുമ്പോൾ മിനിസ്റ്റേഴ്സ് ഓഫ് നേച്ചർ പറയുന്നതൊക്കെ ഇവർ എപ്പോഴും നേച്ചറിനെ ഫോളോ ചെയ്യുന്ന ഓരോ മെത്തേഡ്സിനാണ് അവരങ്ങനെ പറയുന്നത്. സെർവൻസ് ഓഫ് ദ നേച്ചർ എന്നാണ് ഈ മിനിസ്റ്റർ നേച്ചറൊക്കെ അവർ മെയിൻലി പറയുന്നത്. ശരിക്കും ഹെൽപ്പേഴ്സ് ഓഫ് ദ നേച്ചർ ആണ്, നേച്ചർ അസിസ്റ്റ് ചെയ്ത് ഓരോ ഡിസീസസ് മാറ്റുന്ന പോലെയാണ് ഞങ്ങൾ മാറ്റുന്നത് എന്നുള്ള ലെവലിലാണ് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നെ അവരുടെ എനാൻഷ്യോപ്പതിക് പാലിയേറ്റീവ് റെമഡി അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്റ്റിമുലേറ്റിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് സിസ്റ്റം, അവിടെ അവർ നെർവിന, എക്സൈറ്റിന, ടോണിക്ക, അങ്ങനെ ആഫ്രോഡിസിയാക്ക, അങ്ങനെ പറഞ്ഞ ഓരോ ഏജൻസ് യൂസ് ചെയ്യും. എവിടെയാണോ സ്ട്രെങ്ത് കുറവ് അവിടെ അത് ഗെയിൻ ചെയ്യാനായിട്ട് ഓൾട്ടറേറ്റീവ് റെമഡീസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ ട്രീറ്റ്മെന്റ് ബൈ മിക്സ്ചേഴ്സ്, ഇത് അപ്പോഴത്തെ പ്രിസ്ക്രിപ്ഷൻ തന്നെയാണ് ഇപ്പോഴും അലോപ്പതിക്കാർ ഒരു ബേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ബേസ് അല്ലെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ റെമഡിയാണ്. പിന്നെ അഡ്ജുവൻസ് ഉണ്ടാവും, ഹെൽപ്പേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ്, പിന്നെ കൊറിഗൻസ് ഉണ്ടാകും, കറക്റ്റീവ്സ്. അപ്പം ഇപ്പോഴും അലോപ്പതിക്കാരുടെ പ്രിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ മെയിൻ ഒരു മെഡിസിൻ ഉണ്ടാവും, കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അന്നത്തെ അതേ ട്രീറ്റ്മെന്റ് രീതിയിൽ നിന്ന് പേരുകളും കാര്യങ്ങളും മാറി എന്നുള്ളതല്ലാതെ ഒരുവിധം അതൊക്കെ തന്നെയാണ് അവരിപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെ ഐസോപ്പതി എംലെക്സിന്റെയും പിന്നെ കുറച്ച് ഹോമിയോപ്പതിക് ബ്ലൈൻഡ് ക്യൂർസ് ഉണ്ട് ചില ഫിസീഷ്യൻസിന്റെ, അതൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ഫിസീഷ്യൻസ് ഉണ്ട്, അവര് ഈ ഹോമിയോപ്പതിയുടെ ട്രൂത്ത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടിരുന്നു. അതിൽ ഫോർ എക്സാമ്പിൾ പറയുന്ന ബോൾഡേക്ക് ആണെങ്കിൽ റുബാബിന്റെ പർഗേറ്റീവ് പ്രോപ്പർട്ടി തന്നെയാണ് ഡയറിയ മാറ്റാൻ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. കോളിക്ക് വരുന്ന സമയത്ത് സെന്ന ലീവ്സിന്റെ ഇൻഫ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിത്താർഡിംഗ് എന്ന് പറഞ്ഞാൽ അത് മാറ്റും അഡൽസിൽ എന്ന് കണ്ടുപിടിച്ചു. അതുപോലെ സിമിലർ ആയിട്ടുള്ള എന്താ പെയിൻസ് വരുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് അതിനെ ഡിമിനിഷ് ചെയ്യാൻ പറ്റും എന്ന് ബെർത്തോൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഏതാണോ പ്രൊഡ്യൂസ് ചെയ്തത് അതുപോലത്തെ അത് മാറ്റാനും പറ്റും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഡാനിഷ് ആർമിയുടെ ഫിസീഷ്യൻ ആയിരുന്നു ഡോക്ടർ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന് സ്പെഷ്യൽ മെൻഷനിങ് ആണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം നമ്മളെ ലോ ഓഫ് സിമിലേഴ്സിന് അതുപോലെ തന്നെ കുറച്ച് മുന്നേ കൂടി കണ്ടു, യൂസേജ് ഓഫ് ലൈക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ക്യൂർസ് ലൈക്ക് എന്നുള്ള കൺസെപ്റ്റ് പോലെ ഏതാണോ ഉണ്ടാക്കുന്നത് അത് വെച്ച് തന്നെ ക്യൂർ ചെയ്യാനും പറ്റുമെന്ന് മെൻഷൻ ചെയ്യുന്നത് ഈ ഡാനിഷ് ആർമിയുടെ ഫിസിഷ്യൻ ആയിട്ടുള്ള സ്റ്റാൾ ആണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ സ്പെഷ്യൽ മെൻഷനിങ് ഒക്കെ ഹാനുമാൻ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പോർഷനകത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഈ ഡോക്ടർ സ്റ്റാളിന്റെ പേര് ഓർത്തു വെച്ചേക്കുക, കാരണം എപ്പോഴൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്.
2019 AAPGT-യിലാണ് ചോദിച്ചിരിക്കുന്നത്. ഹു പെർസീവ്ഡ് ദ ലോ ഓഫ് സിമിലേഴ്സ് പ്രയർ ടു ദ ഡിസ്കവറി ഓഫ് ഹോമിയോപ്പതി. അപ്പം അതിൽ സ്റ്റോളിന്റെ ഡാനിഷ് ആർമി ഫിസിഷ്യൻ ആയിട്ടുള്ള സ്റ്റോളിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഇത് ഇത്രയും വന്നപ്പോൾ നമ്മുടെ ഓർഗനോണിൽ അഫോർസംസ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ, ഡിഫറെന്റ് ഡിവിഷൻസ്, പ്രിഫേസസ് എല്ലാം കഴിഞ്ഞു. അതിനകത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. ഇനി നമ്മൾ നേരെ പോകുന്ന അഫോർസത്തിനകത്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റാസ്കീമാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റാസ്കീമാറ്റിസം അതായത് നമ്മൾ ഈ ലാർജ് ഡോസസ് ഓഫ് മെഡിസിൻസ് ഒക്കെ അലോപ്പത്സ് യൂസ് ചെയ്യത്തില്ലേ? അതായത് ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഒന്ന് ഫുഡ് നോട്ട് 205 അവിടെയൊക്കെയല്ലേ ഈ മെറ്റാസ്കീമാറ്റിസം വരുന്നേ? ഹലോ അല്ലേ? അത് അവിടെ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് ഇല്ലേ, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസീസസ് ലൈക്ക് എന്തെങ്കിലും ഒരു ഫിക് ബേർഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൺ സൈഡ് ഡിസീസസ് വരുമ്പോൾ, എക്സ്റ്റേണൽ ഇൻ ഒറിജിൻ വരുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് അലോപ്പത്സ് ആണെങ്കിൽ ക്രൂഡ് ഡ്രഗിങ് ഒക്കെ കൊടുക്കും. ക്രൂഡ് ഡ്രഗിങ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പുരട്ടാനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ എക്സ്റ്റേണലി ഒരു കാര്യം നമ്മൾ പുരട്ടി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ബോഡിക്കകത്തുള്ള ഒരു ഇന്റേണൽ ഡിറേഞ്ച്മെന്റ് ഡൈനാമിക്സിൽ സംഭവിക്കുമ്പോൾ അതിന് എനിക്ക് പ്രശ്നമുണ്ട്, ഇന്നർ ഓർഗൻസ്, മോർ ഇമ്പോർട്ടന്റ് ഓർഗൻസ് അഫക്റ്റഡ് ആവാതിരിക്കാനാണ് എക്സ്റ്റേണലി പുറത്തോട്ട് അതിനെ തള്ളി ബോഡി നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ഇമ്പോർട്ടന്റ് ഇന്റേണൽ ഓർഗൻസ്. അങ്ങനെയാണ് ഈ ലീഷൻസ് ഒക്കെ പുറത്തു വരുന്നത്. ആ ലീഷൻസിന് പിന്നെയും അലോപ്പതി ക്രൂഡ് ഡ്രഗിങ് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് ഇൻവേർഡ് ആയിട്ട് വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഔട്ട്ലെറ്റ് അങ്ങ് ക്ലോസ് ചെയ്യുക. അപ്പൊ എന്ത് പറ്റുന്നു, നമ്മുടെ ബോഡിയുടെ ഓർഗാനിസം, ആ ഇന്റേണൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഡൈനാമിക്സ് കമ്പൽഡ് ആവുകയാണ് ആ പോയിസൺ തിരിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻസിലോട്ട് എടുക്കപ്പെടാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് വേറൊരു വഴി നോക്കും. വേറൊരു വഴി പോകുമ്പോൾ അവിടെയും ക്ലോസ് ചെയ്യും. ഈ ക്ലോസ് ചെയ്ത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ പോയിസൺ വിൽ ബി ത്രോൺ ബാക്ക് ഇൻ ടു ദ സിസ്റ്റം, ഇൻസൈഡ് ദ സിസ്റ്റം. കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻസ് അഫക്റ്റഡ് ആകും. അങ്ങനെ ബോഡിയുടെ അകത്ത് അത് കുറച്ചും കൂടെ മോശമായിട്ടുള്ള രീതിയിൽ ഒരുപാട് സ്ഥലത്ത് മെറ്റാസ്റ്റാസിസ് പോലെയൊക്കെ സംഭവിക്കും. അതായത് വേറെ വേറെ പല പല ഭാഗങ്ങൾ അഫക്റ്റഡ് ആയി പോകും. ക്യാൻസർ ഓഫ് ലിപ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുഡ് നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ആ ഭാഗമാണ് ഡോക്ടർ ചോദിച്ചതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ, ശരിയാണെങ്കിൽ. ക്ലിയർ ആയോ ഡോക്ടറെ? ക്ലിയർ ആയി ഡോക്ടറെ, ക്ലിയർ ആയി. എനിക്ക് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതാണ്. ഓക്കെ താങ്ക് യു. ഓക്കെ. സോ അഫോർസം പാർട്ട് തുടങ്ങാം. ഇതിനകത്ത് ഫസ്റ്റ് അഫോർസം പറയുന്നത് ഫിസിഷ്യൻസ് ഹൈ ആൻഡ് ഓൺലി മിഷൻ ഈസ് ടു റീസ്റ്റോർ ദ സിക്ക് ടു ഹെൽപ്പ് ടു ക്യൂർ ആസ് ഇറ്റ് ഈസ് ടേംഡ്. നമുക്കറിയാം ഫസ്റ്റ് ആയിട്ട് ഹാനുമാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു അഫോർസമാണിത്. നമ്മുടെ ഹൈ ആൻഡ് ഓൺലി മിഷൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറയുന്നത് ക്യാപ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തിനാന്ന് പറഞ്ഞാൽ അത്രമാത്രം റെസ്പെക്ട് ആണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത്, ഹാനുമാൻ എന്ന് പറയുന്ന അദ്ദേഹം. സോ അവിടെ വന്നിട്ട് ഫസ്റ്റ് ജർമ്മനിൽ യൂസ് ചെയ്ത മിഷൻ എന്ന് പറയുന്നതിന്റെ വേർഡിന് പകരം യൂസ് ചെയ്തിരുന്ന ജർമ്മൻ വേർഡാണ് ബെറുഫ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇവിടെ ഈ ഓരോ ട്രാൻസ്ലേഷൻസും കാര്യങ്ങളും വന്നപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി ആ ടേമിന്. സി വീലർ ഈ മിഷൻ എന്നുള്ള ടേമിന് എയിം എന്ന് പറഞ്ഞു, വെസൽ ഹോഫ് കോളിംഗ് എന്ന് പറഞ്ഞു, ഡെഡ്ജൻ ആ ഒരു ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് എഡിഷന്റെ ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് അങ്ങോട്ട് മിഷൻ എന്നുള്ള രീതിക്കാണ്. അപ്പം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ മാറ്റം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു മിഷൻ എന്നുള്ള ടേമിന് കുറച്ച് മാറ്റങ്ങൾ വന്നു. പിന്നെ ഈ ഫസ്റ്റ് എഡിഷന്റെ ഫസ്റ്റ് അപ്പോസത്തിന്റെ ഫുട് നോട്ടിലാണ് തിയററ്റിക് മെഡിസിൻ എന്ന് പറയുന്നത്. തിയററ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുക, ഈ ഡിസീസ് ഇന്നത് കൊണ്ടായിരിക്കാം വന്നത്, അതുകൊണ്ടായിരിക്കാം വന്നത്. ഫുൾ സ്പെക്കുലേഷൻസ് ആണ്, ഹൈപ്പോത്തസിസ് ആണ്, ഒന്നും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഹാനുമാൻ പറയുന്നുണ്ട് ഇങ്ങനെ തിയററ്റിക് മെഡിസിന്റെ പുറകെ പോകുന്നതിന് പകരം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആക്ട് ചെയ്യാൻ ശ്രമിക്കുക. ബിഗിൻ നൗ ഇൻസ്റ്റെഡ് ഫോർ വൺസ് ടു ആക്ട്, ദാറ്റ് ഈസ് റിയലി ടു ഹെൽപ്പ് ആൻഡ് ടു ക്യൂർ എന്ന് പറഞ്ഞ് ആ ഫുട് നോട്ടിന്റെ എൻഡിലെ ലാസ്റ്റ് ലൈന് ഹാനുമാൻ അങ്ങനെ പറയുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് അഫോർസം. സെക്കൻഡ് അഫോർസം നിങ്ങൾക്കറിയാം ഹയസ്റ്റ് ലെവൽ ഓഫ് ക്യൂർ ആണ്. ഞാൻ ജസ്റ്റ് അഫോർസം കോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ട്രൂ പ്രാക്ടീഷണർ ഓഫ് ഹീലിംഗ് ആർട്ട്, മൊത്തത്തിലുള്ള ഓർഗനോണ് തിയറി പ്ലസ് പ്രാക്ടിക്കൽ പറയുന്ന ഒരു അഫോർസമാണ് ഇത്. കാരണം
കംപ്ലീറ്റ് ആയിട്ടും അതിനകത്ത് പറയുന്നത് നോളജ് ഓഫ് ഡിസീസ് വേണം, നോളജ് ഓഫ് മെഡിസിനൽ പവേഴ്സ് വേണം, ചോയ്സ് ഓഫ് ദ റെമഡി അറിയണം എന്നുണ്ടെങ്കിൽ ഡ്രഗ് പ്രൂവിങ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസിന്റെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിന്റെ കാര്യങ്ങൾ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇത്രയും അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ചോയ്സ് ഓഫ് റെമഡി എന്ന് പറയുമ്പോൾ ദ മെഡിസിൻ ഇൻഡിക്കേറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് റെമഡി എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ പോലെയാണ്. ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ഈസ് റെമഡി എന്നുള്ളത് പറയുന്നത് പോലെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഹാനിമാൻ. ആൻഡ് ഇത്രയും അറിയുന്ന ഒരു വ്യക്തി മാത്രമേ he knows how to treat judiciously and rationally, and he is a true practitioner of healing art. അപ്പോൾ ഒരു ട്രൂ പ്രാക്ടീഷണർ ഓഫ് ഹീലിംഗ് ആർട്ട് എന്ന് പറയണമെങ്കിൽ ഇത്രയും വേണം. അപ്പൊ ഫുൾ ഓർഗനോണിന്റെ തിയറി പ്ലസ് പ്രാക്ടിക്കൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരേ അഫോർസമാണ് ഈ അഫോർസം 3 എന്ന് പറയുന്ന. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഈ ഒരു അഫോർസം. ദെൻ അഫോർസം 4 പ്രിസർവർ ഓഫ് ഹെൽത്ത്. നമ്മൾ പ്രൊഫൈലാറ്റിക് ആക്ഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പ്രിസർവർ ഓഫ് ഹെൽത്ത്, when he knows the things that derange health and cause disease and how to remove them from persons in the health. അതാണ് പ്രിസർവർ ഓഫ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അഫോർസം 5 to 18 അല്ല 8 ആണ്. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അഫോർസം 5 എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് 4th എഡിഷനിലാണ്. ശരിക്കും പറഞ്ഞാൽ 4th എഡിഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് തിയറി ഓഫ് ക്രോണിക് ഡിസീസ് ഇൻവോൾവ് ആയത്. അപ്പം ഫണ്ടമെന്റൽ കോസ് ഓഫ് ക്രോണിക് ഡിസീസ് ആൻഡ് എക്സൈറ്റിംഗ് കോസ് ഓഫ് അക്യൂട്ട് ഡിസീസ് രണ്ട് കാര്യങ്ങളും വരുന്നത് ആ ഒരു 5th അഫോർസത്തിലാണ്. ഈ ഫണ്ടമെന്റൽ കോസ് ശരിക്കും അറിയുന്നതിന്റെ ഭാഗമായിട്ട് ആ ഫണ്ടമെന്റൽ കോസ് അറിയുന്നതിന്റെ ഇൻവെസ്റ്റിഗേഷൻസിനായിട്ട് അസർട്ടനബിൾ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പേഷ്യന്റ് അറിയണം. അയാളുടെ മോറൽ ഇന്റലക്ച്വൽ ക്യാരക്ടർ, ഓക്യുപ്പേഷൻ, മോഡ് ഓഫ് ലിവിങ് ഹാബിറ്റ്സ്, സെക്ഷൽ ഫംഗ്ഷൻ, ഏജ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ ഒരു കേസ് റെക്കോർഡ് എടുക്കുമ്പോൾ ആദ്യം നമ്മളൊരു പ്രിലിമിനറി ഡേറ്റ കാണും. ഏജ്, സെക്സ്, ഓക്യുപ്പേഷൻ എന്നൊക്കെ പറഞ്ഞ് ആ പ്രിലിമിനറി ഡേറ്റയുടെ ബേസ് തന്നെ ഈ ഒരു 5th അഫോർസം നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നാണ് ഹാനിമാൻ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ കോസിലോട്ട് എത്താൻ പറ്റുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ 5th എഡിഷൻ അഫോർസം 5 എന്ന് പറയുന്നത്. പിന്നെ 6th അഫോർസം എല്ലാവർക്കും അറിയാം, അൺപ്രിജുഡൈസ്ഡ് ഒബ്സർവർ എന്നാണ് പറയുന്നത്. അതിനകത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രൂ ആൻഡ് കൺസീവബിൾ പോർട്രേറ്റ് ഓഫ് ഡിസീസ്, ഒരു ഡിസീസസിന്റെ പോർട്രേറ്റിൽ എന്തൊക്കെ നമ്മൾ അറിയണോ അത് അത്രയും ഇതിനകത്തുണ്ട്. ഏതിനകത്താണ്? ഈ മോർബിഡ് ഫിനോമിനൻസ്, ആക്സിഡൻസ്, സിംറ്റംസ്. അപ്പൊ ഈ മോർബിഡ് ഫിനോമിനൻസ് എന്ന് പറഞ്ഞാൽ ആ ഡിസീസ് സിംറ്റംസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻസ് എന്ന് പറയുന്നത് കോസസ് ആയിട്ടാണ് ഹാനിമാൻ കണക്കാക്കുന്നത്. സോ മോർബിഡ് ഫിനോമിനൻസ്, ആക്സിഡൻസ് ആൻഡ് സിംറ്റംസ് are seen in അഫോർസം 6. It gives the true and conceivable portrait of the disease. ഒരു ഫിസീഷ്യൻ അയാൾക്ക് ഒരു ഡിസീസിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും തരുന്ന 3 കാര്യങ്ങളാണ് ഇത്രയും. Then in this അഫോർസം 7, totality of symptoms, റിമൂവൽ ഓഫ് ദ ടോട്ടാലിറ്റി വരുമ്പം ഡിസീസ് മാറി ക്യൂർഡ് ആവും. അവിടെ ടോട്ടാലിറ്റിയുടെ ഒരു ഇന്റേർണലി റിഫ്ലക്റ്റഡ് ഇന്റേർണലി റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ദ ഇന്റേർണൽ എസൻസ് ഓഫ് ദ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഒരു ഡെഫിനിഷൻ പോലെ. അതിന്റെ ഒരു ഫുഡ് നോട്ടിൽ ഇങ്ങനെ ഇൻഡിസ്പോസിഷൻ എന്ന് പറയുന്നുണ്ട്. സ്ട്രോങ് സ്മെല്ലിംഗ് ഫ്ലവേഴ്സ് മാറ്റണം, സർജിക്കൽ ആയിട്ടുള്ള കുറച്ച് മാനേഴ്സ് ഒക്കെ. അപ്പൊ നമ്മൾ ഇൻഡിസ്പോസിഷന്റെ അഫോർസം 150 പറയുന്നുണ്ട്, 7ന്റെ ഫുഡ് നോട്ടിലും ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അഫോർസം 8 റിമൂവൽ എല്ലാ സിംറ്റംസും മാറ്റിക്കഴിഞ്ഞാൽ ഹെൽത്ത് മാത്രമേ ഉള്ളൂ. അവിടെ ഹ്യൂഫ്ലൻഡിന്റെ ഹോമിയോപ്പതി ക്യാൻ റിമൂവ് സിംറ്റംസ് ബട്ട് ദ ഡിസീസ് റിമൈൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വൈറ്റൽ ഫോഴ്സിന് മോർബിഡ് ഫിനോമിന എന്ന് പറയുമ്പോഴേ എന്താണ് മനസ്സിലാക്കണ്ടേ? മോർബിഡ് ഫിനോമിന ഡിസീസിന്റെ കുറെ ഫിനോമിനൻസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് ഇല്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ ഒരു ലെവൽ ഓഫ് നോളജ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ആക്സിഡൻസ് എന്ന് പറഞ്ഞ കോസസ്, സിംറ്റംസ് നോർമലി. മോർബിഡ് ഫിനോമിന എന്ന് പറയുമ്പോൾ ഡിസീസിന്, മോർബിഡ് മീൻസ് ഡിസീസ് ഫിനോമിന എന്ന് പറയുമ്പോൾ നമ്മുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് തന്നെയാണ്. ഓക്കെ. സോ ഇനി പത്തോളജിക്കൽ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി നമുക്ക് പത്തോളജിക്കൽ ഒരിക്കലും എന്താ പറയാ സിംറ്റംസ് ആയിട്ട് സയൻസ് ആയിട്ട് നമുക്ക് പുറത്ത് കാണുന്നതിൽ ഇപ്പൊ ഫിഗ്വേർട്ട് പോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തോളജിക്കലായിട്ട് കാണാൻ പറ്റും. പക്ഷെ അല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പത്തോളജിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ശരിക്കും ബേസിക് ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ഓഫ് ഡിസീസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സയൻസ് ആൻഡ് സിംറ്റംസ് മാത്രമാണ് ഹോമിയോപതി ആയിട്ടുള്ള നമുക്കുള്ളത്.
അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്താണ് ഈ മോർബിഡ് ഫിനോമിനൻ, ആക്സിഡന്റ്, സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസീസിന് വേണ്ടിയിട്ടുള്ള എല്ലാം നമുക്ക് കിട്ടും എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ മാം. ഓക്കെ. അടുത്ത് വൈറ്റൽ ഫോഴ്സ്. വൈറ്റൽ ഫോഴ്സിന് ആ ഒരു ലെബൻസ്ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ നെയിം ഓഫ് വൈറ്റൽ ഫോഴ്സ് ആണ്. ഇത് റിച്ചാർഡ് ഹ്യൂഗ്സിനകത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഈ അതിനകത്ത് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്തിൽ കാണാൻ പറ്റും, ഡിസീസിൽ കാണാൻ പറ്റും, ക്യൂറിൽ കാണാൻ പറ്റും. അപ്പം ഹെൽത്തിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ അഫോഴ്സും 9 പറയുന്നുണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് വൈറ്റൽ ഫോഴ്സ് പറയുന്നുണ്ട്. 10 എന്ന് പറയുമ്പോൾ വിത്തൗട്ട് വൈറ്റൽ ഫോഴ്സ് ദർ ഇസ് നോ സെൽഫ് പ്രിസർവേഷൻ. അതായത് ആള് തന്നെ ഇല്ല, അതൊരു എനർജിയാണ്. ആ എനർജി തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡ് ആണ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് രണ്ടുമാണ് ഒരു 9 and 10 അഫോഴ്സിൽ പറയുന്നത്. ഡിസീസ് വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ് എന്നുള്ള കൺസെപ്റ്റ് ആണ് 11 തൊട്ട് 15 വരെയുള്ള അഫോഴ്സംസിൽ പറഞ്ഞു പോകുന്നത്. അതിൽ വൈറ്റൽ ഫോഴ്സ് ഇൻ ഡിസീസ് സ്റ്റേറ്റ് ആണ് 11th പറയുന്നത്. എല്ലാം ഡിറേഞ്ച്ഡ് ആകുമ്പോൾ കുറെ സെൻസേഷൻസ്, ഓൾട്ടേർഡ് ആയിട്ടുള്ള സെൻസേഷൻസും കാര്യങ്ങളും വരും. അതിന്റെ ഫുട് നോട്ടിലാണ് മെറ്റീരിയ പെക്കൻസ് പറയുന്നത്. അതായത് അലോപ്പത്സ് എപ്പോഴും മെറ്റീരിയൽ കോസ് ഓഫ് ഡിസീസ് നോക്കിയാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് ഇതുണ്ടായത് എന്ന് നോക്കി പോകുന്നവരാണ്. പക്ഷെ അത് മാക്സിമം അവർക്ക് കിട്ടാറില്ല. കാരണം ഇന്റേർണലി ഡൈനാമിക് ഡിറേഞ്ച്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഒരു സ്പിരിച്വൽ അങ്ങനത്തെ ഒരു തലത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ആൻഡ് ഇന്റേർണൽ ഡിറേഞ്ച്മെന്റ് കാരണമാണ് ഡിസീസ് ഉണ്ടാകുന്നത്. അഫോഴ്സം 13 മെറ്റീരിയലിസം. പിന്നെ മോർബിഡ് സൈൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ച് പറയുന്നു. ഹോൾ, അതായത് നമ്മുടെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് ആസ് എ ഹോൾ ആണ് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ the affection of the morbidly deranged dynamics that animates our body in the invisible interior along with and the totality of the outwardly cognizable symptoms produced in the organism represent the existing malady they constitute as a whole. പുറത്തോട്ട് വരുന്ന അകത്തോട്ടുള്ള ഒരു ഇന്റേണൽ ഡിറേഞ്ച്മെന്റ് ഉണ്ടാകുകയും ഡൈനാമിക്സ് ഉണ്ടാകുകയും അത് കാരണം കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രണ്ടെണ്ണത്തിനെയും ടോട്ടലി ആണ് നമ്മൾ ഒരു ഹോൾ ആയിട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് പറയുന്നത്. നമ്മൾ എല്ലാം എടുക്കും, പേഷ്യൻസിൻ്റെതായിട്ടുള്ള എല്ലാ സിംറ്റംസും എടുക്കും, സൈൻസ് ആൻഡ് സിംറ്റംസും ഉണ്ടാകും, അവരുടേതായിട്ടുള്ള ഫുൾ ക്യാരക്ടർ, മെന്റൽ, ഫിസിക്കൽ പെർട്ടിക്കുലേഴ്സ് എല്ലാം എടുത്ത് നോക്കുന്നു. അതാണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. ആൻഡ് അഫോർസം 16 to 18 എന്ന് പറയുന്നത് ക്യൂർ ആണ്. അഫോർസം 16 ഡൈനാമിക് പവർ ഓഫ് മെഡിസിൻ ക്യാൻ ക്യൂർ ദ വൈറ്റൽ ഫോഴ്സ്. റിമൂവൽ ഓഫ് ദ ഹോൾ സിംറ്റംസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യൂറേ ഉള്ളൂ. ഫുട് നോട്ടിൽ മോറൽ റെമഡി പറയുന്നുണ്ട്. അതായത് കുറെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനെയാണ് ഈ മോറൽ റെമഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത അഫോർസം 18 ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് ആണ് സോൾ ഗൈഡ് ഇൻ ദ സെലക്ഷൻ ഓഫ് ദ റെമഡി എന്ന് പറയുന്നത്. സോ ഇതാണ് വൈറ്റൽ ഫോഴ്സ് ഇൻ ഹെൽത്ത് ഡിസീസ് ക്യൂർ. വൈറ്റൽ ഫോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ വൈറ്റൽ പ്രിൻസിപ്പിൾ അങ്ങനെ എഴുതിയിട്ടുള്ളത് അഫോർസം 10 ആൻഡ് അഫോർസം 17 നമുക്ക് കാണാം. 6th എഡിഷനിൽ വൈറ്റൽ ഫോഴ്സ് ചേഞ്ച് ചെയ്ത് വൈറ്റൽ പ്രിൻസിപ്പിൾ ആയി എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ അഫോർസം 19, 20, 21 ആയിട്ട് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഡെഫിനേഷൻസ് ആണ്. ഡിസീസ് എന്താണ്, മെഡിസിൻ എന്താ, ക്യൂർ എന്താണ്, അവിടെ അങ്ങനെ പെർട്ടിക്കുലർലി ചോദിക്കുന്ന രീതിയിൽ ഒന്നുമില്ല. മെഡിസിൻ എഫക്ട് അറിയുന്നത് ഡ്രഗ് പ്രൂവിംഗ് വഴിയാണ്. പത്തോജനറ്റിക് സിംറ്റംസ് ഉണ്ടെങ്കിൽ മെഡിസിനിൽ ക്യൂറേറ്റീവ് ആണെന്ന് അറിയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് 22 തൊട്ട് 23, 24 ഒക്കെ പറയുന്നത് ഈ അലോപ്പതി, ആന്റിപ്പതി, ഹോമിയോപ്പതിക് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അഫോർസം 26 തെറാപ്യൂട്ടിക് ലോ ഓഫ് നേച്ചർ, അത് നോട്ട് ഹിതർ ടു ഫുള്ളി റെക്കഗ്നൈസ്ഡ്, ഇതുവരെ ആരും അധികം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു വേർഡും കൂടെ ഇങ്ങനെ ഹനുമാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്യൂറേറ്റീവ് മെഡിസിൻ ഈ സുപ്പീരിയർ ഇൻ സ്ട്രെങ്ത് ഇൻ 27 പറയുന്നുണ്ട്. 28, 29 മോഡസ് ഒപ്പറാൻഡിയുടെ കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ അഫോർസം 30 ഫുട് നോട്ടിലാണ് ഫസ്റ്റ് അപ്പിയറൻസ് സോറ സിഫിലിസ് സൈക്കോസിസ് എന്നുള്ളതിന്റെ ഫസ്റ്റ് അപ്പിയറൻസ് വരുന്നത്. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി അഫോർസം 29 ഫുട് നോട്ടിലാണോ സോറ സിഫിലിസ് സൈക്കോസിസ് വരുന്നത്, അല്ല അഫോർസം 30 വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നോക്കിയിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ അഫോർസം 29 സോറ സിഫിലിസ് സൈക്കോസിസ് എന്നുള്ളതിന്റെ ഫുട് നോട്ട് വരുന്നതായിട്ടാണ് തോന്നിയത്. കാരണം അഫോർസം 30 ഞാൻ അങ്ങനെ നമ്പറിംഗ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. അതൊന്ന് ആരെങ്കിലും ഒന്ന് നോക്കിക്കൊള്ളണം. നിങ്ങൾക്ക് എവിടെന്നെങ്കിലൊക്കെ റെഫറൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സാക്ട് ആയിട്ട് എന്നെയും കൂടെ ഒന്ന് അറിയിക്കുക. കാരണം 30 അഫോർസം ഫുട് നോട്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്കത് ഡൗട്ട് ഉണ്ട്. 29 ആണ് എൻ്റെ ഒരു വിശ്വാസം. മാം അത് 29 ആണ്. ആണല്ലേ? ഓക്കെ, താങ്ക് യു.
Okay. And 29 okay. 29 disease not belonging to the domain of surgery. അതിങ്ങനെ ഒരു ജസ്റ്റ് ഒരു വേർഡ് ഞാൻ കണ്ടതാണ്. ഇതുപോലെ ഞാൻ അഫോർസം 13ലും കണ്ടിട്ടുണ്ട്. അതായത് മോഡസ് ഓപ്പറാൻഡി ഓഫ് ക്യൂർ പറയുമ്പോൾ സർജറിയുടെ ഡൊമൈനിൽ ഇല്ലാത്ത മാം കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. മാം 6th എഡിഷനിൽ എന്റെ കയ്യിലുള്ള എഡിഷനിൽ 29 ഫുട് നോട്ട് നമ്പർ ഇല്ല. 29 അപ്പൊ 13 ഉള്ളത് 15 ഫുട് നോട്ട് നമ്പർ ഉള്ളത്. അതിലാണ് ഇതിൽ സോറ സിഫിലിസ് സൈക്കോസിസ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ആണല്ലേ? പക്ഷേ മാഡം ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ മാഡം. ഈ 5th എഡിഷനില് 29th ഫുട് നോട്ടിലാണ് സോറ സിഫിലിസ് സൈക്കോസിസ്. 6th എഡിഷൻ നോക്കുമ്പോ 30th ഫുട് നോട്ടിലാണ് സോറ സിഫിലിസ് സൈക്കോസിസ് വരുന്നത്. 6th എഡിഷനിലാവുമ്പോഴാണ് വരുന്നത്. ഓക്കെ. എന്റേത് ഈ 5th and 6th കമ്പൈൻഡ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഡൗട്ട്സ് വന്നത് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് വരണം. കാരണം ഞാൻ എടുക്കുന്ന ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ 5th and 9th എഡിഷൻസിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ളത് വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. എന്തെങ്കിലും ചേഞ്ചസ് ഇതുപോലെ കാണുവാണെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. താങ്ക് യു. ഡോക്ടറെ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. കാര്യം നമ്മളുടെ അലോട്ടഡ് ടൈം ഇവിടം വരെയാണ്. സൂം വേറെ കുറച്ച് 8 മണിക്ക് വേറെ മീറ്റിംഗ് ഉള്ളതാണ്. സർ, എന്നാ പിന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ ഇനി അങ്ങോട്ടുള്ളതിൽ എടുത്താൽ മതിയോ? അതെ, കാരണം ഇനിയും സ്ലൈഡ്സ് ഉണ്ട്. അതെ, അതുകൊണ്ടാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ഇനി അടുത്ത ക്ലാസ്സിൽ. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പം ശനിയാഴ്ച ഫ്രീ ആയിരിക്കുമോ? ഇല്ല സർ, എനിക്ക് ഇനി അങ്ങോട്ട് ടൈറ്റ് ഷെഡ്യൂളാ. കാരണം മിക്കവാറും ജോയിൻ ചെയ്യേണ്ടി വരും ജോബിലെ. അപ്പം എനിക്ക് ആ ഒരു ടൈം ബുദ്ധിമുട്ടായിരിക്കും. ഇനി അങ്ങോട്ട് സൺഡേസ് മാത്രമായിരിക്കും എനിക്ക് പിന്നെയുള്ള അവൈലബിൾ ടൈം. അതുപോലെ ഇച്ചിരി ഗ്യാപ്പ് വരും സർ. സൺഡേ എപ്പോഴായിരിക്കും ഫ്രീ ആയിട്ടുള്ള? സർ, ഈ സൺഡേ എന്തായാലും ഇല്ല. ഇനി നെക്സ്റ്റ് സൺഡേ ഞാൻ സാറിനെ അറിയിക്കാം സർ. ഈവനിങ് സെഷൻസ് ആയിരിക്കും കുറച്ചും കൂടെ ഫ്രീ. മോർണിംഗ് സെഷൻസ് ആയിരിക്കില്ല. ഡോക്ടറെ സൗകര്യം, കുഴപ്പമില്ല. ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. കാര്യം 8 മണിക്ക് പുതിയ സെഷൻ അവർക്ക് തുടങ്ങേണ്ടതാണ്. അപ്പൊ ഒരു 10 മിനിറ്റേ ഉള്ളൂ, 10-12 മിനിറ്റേ ഉള്ളൂ. പറഞ്ഞു തീർത്തോളൂ. ഓക്കെ. അപ്പോ ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് കേട്ടു പോയതിൽ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. എത്രത്തോളം ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കം കുറച്ച് ആരെ ആളുണ്ടോ? പേര് കാണുന്നില്ല. അൺനോൺ എന്നോ UNK എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാൻഡ് റൈസ് ചെയ്ത ആള് ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞോളൂ. ഡോക്ടറെ, നമുക്ക് 8 മണി വരെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാ ഇപ്പൊ നിർത്താനാണ്. 55 മുമ്പെങ്കിലും 5 മിനിറ്റ് മുമ്പ് നമുക്ക് ആവശ്യം കൊടുക്കണം. മാക്സിമം 5 മിനിറ്റ് ഒരു ഡിസ്കഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. 8 മണി അത് ഗ്രൂപ്പിൽ ഇട്ടാലും ക്ലിയർ ചെയ്ത് കൊടുക്കാം സർ. ഇപ്പൊ ഗ്രൂപ്പിലോട്ട് അത് ഇടുവാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം സർ. ഈ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് പറയുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ. ഓക്കെ. അപ്പൊ ഡോക്ടർ ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ, പറഞ്ഞു നിർത്തിക്കോളൂ. പോർഷൻ 29 വരെയാണ്, അല്ലെ 30 വരെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ക്ലാസ് അടുത്ത ഇത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ഇതുവരെയുള്ള ക്ലാസ്സിൽ ഞാനിപ്പോ എടുത്തുപോയ പോർഷൻസ് നിങ്ങൾക്ക് അറിയാലോ. എഡിഷൻസ് പോയിട്ടുണ്ട്. ഫസ്റ്റ് തുടക്കത്തിലുള്ള പ്രിഫേസ് ഇൻട്രൊഡക്ഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഫോഴ്സും 30 ആയിട്ടില്ല, 29 വരെ നമ്മൾ ഫിനിഷ് ചെയ്തു. അപ്പം ഇതുവരെയുള്ളതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഇട്ടാൽ മതി. ഞാൻ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും റെഫറൻസ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ അതുപോലെ നോക്കിയിട്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ റെഫറൻസ് ഇടാം. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിലോട്ട് ഒന്ന് ഇടുക. താങ്ക് യു ഓൾ. താങ്ക് യു. ഡോക്ടർക്ക് എവിടെ ജോയിൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത്? സർ, എനിക്ക് ഇന്റർവ്യൂ ആണ് 12th വൈറ്റ് മെമ്മോറിയൽ ആറ്റൂരില്.
അപ്പോ വളരെ സന്തോഷം. പിന്നെ ഡോക്ടർ അടുത്ത സമയം എന്താണെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടറുടെ ടൈറ്റ് ഷെഡ്യൂൾ ഒന്ന് ഫ്രീ ആയിട്ട് മതി. ഓർഗനോൺ നമുക്ക് ഓർഗനോൺ കുറച്ച് കാര്യമായ ക്ലാസ്സുകൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ഇടുക. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. 8 മണിക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ, അതായത് ടെലഗ്രാം ഗ്രൂപ്പിൽ ക്യൂസ് തുടങ്ങും. അപ്പോൾ അവിടത്തേക്ക് എല്ലാവരും ഒരു ബ്രേക്ക് എടുത്തിട്ട് അവിടത്തേക്ക് വരിക. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാര്യം 8 മണിക്ക് IFPHന്റെ ഇന്റർനാഷണൽ സെഷൻ, ഇംഗ്ലീഷ് സെഷൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അത് ഇന്റർനാഷണൽ ഫാക്കൽറ്റികളും ഇന്റർനാഷണൽ ഗസ്റ്റ് ഇവരും പാർട്ടിസിപ്പൻസും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല, ഒട്ടും തന്നെ സമയം കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ശുഭരാത്രി. IFPHന്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഡോക്ടർ ബാബുരാജിനോട് വളരെ സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തൽക്കാലം ഇന്ന് നിർത്തുന്നു. നാളെ 6:30-ക്ക് അനാറ്റമിയുടെ ക്ലാസ് ആണ്. ശനിയും ഞായറും നമുക്ക് എന്തെങ്കിലും 2 ക്ലാസ്സുകൾ വെക്കണം. ശനിയും ഞായറും അനാറ്റമി ഉണ്ടാകില്ല, ഡോക്ടർ ഫ്രീ ആകില്ല. അപ്പോൾ അന്ന് നമുക്ക് ഈ സമയത്തോ വേറെ ഏതെങ്കിലും സമയത്തോ ക്ലാസ് ഉണ്ടാകും. ഏതായാലും അതൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ പറയാം. ഇപ്പോൾ തൽക്കാലം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ. നമ്മളെ വിട്ടോളൂ.